السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم اجعل حبك أحب إلي من نفسي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. رب زدنا علما نافعا. നമുക്ക് സൂറത്തുൽ ബഖറ അല്ലെ 8 മുതൽ 16 വരെയുള്ള ആയത്തുകളുടെ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. എന്തായാലും തുടക്കത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സംരക്ഷണം തേടിയിട്ട് വേണം പോവാൻ അല്ലെ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ 3 ടൈപ്പ് ആൾക്കാരെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സൂറത്തുൽ ബഖറയിൽ അല്ലെ. ആദ്യം നമ്മൾ മുത്തഖീങ്ങളെ കുറിച്ച് പറഞ്ഞു, അവരുടെ അവസാനം എന്താന്ന് പറഞ്ഞു. കാഫിറുകളെ കുറിച്ച് പറഞ്ഞു, അവരുടെ അവസാനം എന്താന്ന് പറഞ്ഞു. ഇപ്പം ഒരു ഏകദേശം 8-9 ആയത്തുകളോളം മുനാഫിക്കുകളെ കുറിച്ച് പറയാണ്. കാരണം അത് അത്രയും കൂടുതൽ മനസ്സിലാക്കാനുണ്ട്. കാരണം നമുക്ക് തന്നെ മനസ്സിലാവില്ല നമ്മളൊരു മുനാഫിക്കാണോ അല്ലേന്ന്. അപ്പം ഓരോ പോയിന്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് കൊണ്ട് ചിന്തിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം 8 മുതൽ 16 വരെയുള്ള ആയത്തുകളിൽ നമ്മൾ മുനാഫിക്കുകളെ കുറിച്ചാണ് പറഞ്ഞു വെച്ചത്. അപ്പം ആ ആയത്തുകൾ നമ്മളൊന്ന് റിവ്യൂ ചെയ്യാണ്. ഓക്കെ, അപ്പം ആദ്യം ഈ 9 ആയത്തുകൾ ഒന്ന് കേട്ട് നോക്കാം. എന്താണ് ആയത്തുകളിൽ പറഞ്ഞത്? ഇപ്പൊ എല്ലാവർക്കും മറന്നുപോയിട്ടുണ്ടാവുമല്ലോ അല്ലെ. കുറച്ചു കാലമായില്ലേ നമ്മളിത് ക്ലാസ്സുകളൊക്കെ ഒന്ന് ഗ്യാപ്പ് വന്നിട്ട്. അപ്പൊ നോക്കാം ഇൻഷാ അല്ലാഹ്. ഇത് ഖിറാത്ത് കേൾക്കുന്നുണ്ടോന്ന് ആരെങ്കിലും ഒന്ന് കൺഫേം ചെയ്യണേ ചാറ്റിലെങ്കിലും. ഖിറാത്ത് കേൾക്കുന്നുണ്ടോ? ഇല്ല, ഓക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ ഖിറാത്തിന്റെ കാര്യം ഇപ്പൊ തൽക്കാലം ഒഴിവാക്കാം ഇൻഷാ അല്ലാഹ്. ഗായത്തുകളിലൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ട് പോവാം. ഓക്കെ, അപ്പം വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. ല്ലേ, ഞങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്, യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അതാണ് തുടക്കത്തിലുള്ള ആയത്ത്. ഏറ്റവും ആദ്യം മുനാഫിക്കുകളെ കുറിച്ച് പറഞ്ഞത് അല്ലെ. അവര് എന്താണ് ആൾക്കാരോട് പറയും ഞങ്ങൾ വിശ്വസിക്കുന്നു, അള്ളാഹുൽ വിശ്വസിക്കുന്നുണ്ട്, അന്ത്യനാളിൽ വിശ്വസിക്കുന്നുണ്ടെന്ന്. പക്ഷെ യഥാർത്ഥത്തിൽ അവര് വിശ്വാസികളെ അല്ല. അടുത്തത് യുഖാദിഊന അല്ലാഹ വല്ലദീന ആമനു വമാ യഖ്ദഊന ഇല്ലാ അൻഫുസഹും വമാ യശ്ഉറൂൻ. അവർ അള്ളാഹുവിനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് ശ്രമിക്കുന്നത് അല്ലെ. പക്ഷെ യഥാർത്ഥത്തിൽ അവരെന്താ ചെയ്യുന്നത്? അവരെ തന്നെ വഞ്ചിക്കുകയാണ്. എന്നാൽ വമാ യശ്ഉറൂൻ, അവർക്കത് മനസ്സിലാവുന്നില്ല. യശ്ഉറൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന്റെ അതിന്റെ ഉള്ളിലുള്ള അല്ലെ ആഴവും പരപ്പും ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല. അവര് വഞ്ചിക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ സ്വയം വഞ്ചിക്കപ്പെടുകയാണ്. ഫീ ഖുലൂബിഹിം മറദും ഫസാദഹുമുല്ലാഹു മറദാ വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്സിബൂൻ. അവരുടെ മനസ്സുകളിൽ ഒരുതരം രോഗമുണ്ട്, അത് നിമിത്തം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായിട്ട് വേദനയേറിയ ശിക്ഷയാണ് അവർക്ക് ഉണ്ടായിരിക്കുക. അടുത്ത ആയത്ത് വഇദാ ഖീല ലഹും ലാ തുഫ്സിദൂ ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ അല്ലെ. ലാ തുഫ്സിദൂ എന്ന് ലാ തുഫ്സിദൂ ഫിൽ അർദ് എന്ന് പറയുമ്പോൾ
അവരെന്താ പറയാ, ഞങ്ങള് എന്താണ് സൽപ്രവർത്തനങ്ങൾ മാത്രം, ഞങ്ങൾ മുസ്ലിഹീങ്ങൾ മാത്രമാണല്ലോ എന്നായിരിക്കും അവരുടെ മറുപടി. അള്ളാഹു തിരിച്ചെന്താ പറയുന്നത്, അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ. അല്ലെ, അള്ളാഹു 3 പ്രാവശ്യം സ്ട്രെസ് ചെയ്യുന്നുണ്ട് ഇവിടെ, വലാകിൻ ലാ യശ്ഉറൂൻ, അവർക്ക് അതോ മനസ്സിലാവുന്നില്ല. അല്ലെ, പിന്നെ വ ഇദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസു ഖാലു അനുഅ്മിനു കമാ ആമന സുഫഹാ അലാ ഇന്നഹും ഹുമുസ് സുഫഹാ വലാകിൻ ലാ യഅലമൂൻ. മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അവരെന്താ ചോദിക്കുക, ഈ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങളും വിശ്വസിക്കാനോ എന്നായിരിക്കും അവരുടെ മറുപടി. അല്ലെ, എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാണ് വിഡ്ഢികൾ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇവിടെയും അലാ ഇന്നഹും ഹുമുസ് സുഫഹാ 3 പ്രാവശ്യം സ്ട്രെസ് ചെയ്തിട്ട് പറയാണ്, അവര് തന്നെയാണ് വിഡ്ഢികൾ. വലാകിൻ ലാ യഅലമൂൻ, അവരത് അറിയുന്നില്ല. പിന്നെ വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന വഇദാ ഖലൗ ഇലാ ശയാതീനിഹിം ഖാലു ഇന്നാ മഅകും ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അല്ലെ, ഖാലു ആമന്ന. എന്നാൽ അവരുടെ തന്നെ കൂട്ടാളികളായ ഷയാത്തീന്റെ അടുത്തേക്ക് അവർ തനിച്ചാകുമ്പോൾ അവർ പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ആവുന്നു, ഞങ്ങൾ മറ്റുള്ളവരെ എന്താണ് ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, അവരെ നമ്മൾ വെറുതെ കളിയാക്കുക മാത്രമായിരുന്നു. അള്ളാഹു എന്താ പറയുന്നത്, അള്ളാഹു യസ്തഹ്സിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ. അള്ളാഹു ആണെങ്കിലോ അള്ളാഹു അവരെ പരിഹസിക്കുകയാണ്. ഇതിന്റെയൊക്കെ വിശദീകരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അല്ലെ, വയമുദ്ദുഹും, അവർക്ക് ഇങ്ങനെ സമയം നീട്ടിയിട്ട് കൊടുക്കുകയാണ്. അല്ലെ, എന്തിന്, അവരുടെ തുഗ്യാനില്, അവരുടെ അതിക്രമങ്ങൾ, അതിര് കവിയല്, അവർ എന്താണ് യഅമഹൂൻ, അവരത് അന്ധരായിട്ട് അതിനകത്ത് വിഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തുടർന്ന് പറയുന്നത് ഉലൈക അല്ലദീന ഇശ്തറവു ളലാലത ബിൽ ഹുദാ ഫമാ റബിഹത് തിജാറതുഹും വമാ കാനൂ മുഹ്തദീൻ. അവര് എന്തു തരം ബിസിനസ്സാ ചെയ്യുന്നത്, സന്മാർഗത്തിനെ കൊടുത്തിട്ട് ദുർമാർഗം വാങ്ങുന്ന ഒരു ബിസിനസ്സാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെ, അവരുടെ കച്ചവടം ലാഭകരമാവുകയില്ല, മാത്രമല്ല അവര് ലക്ഷ്യത്തിൽ എത്തുകയുമില്ല. സുബ്ഹാനല്ലാഹ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ആയത്തുകളിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ആയത്തിൽ നിന്ന് മുന്നോട്ട് പോകുന്നതിന്റെ മുമ്പ് ഒരു പ്രാവശ്യവും കൂടെ എന്താണ് മുനാഫിക്കുകളുടെ സ്വഭാവ ഗുണങ്ങൾ എന്ന് ഒന്ന് ഓടിച്ചു വിട്ട് കാണാം. എന്നിട്ടില്ലേ, എന്തിനാണ് എപ്പോഴും നമ്മൾ ഇത് കാണുന്നത്, അള്ളാഹു സുബ്ഹാനഹു തആല അന്ന്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്ത് ഉണ്ടായിരുന്ന കാലത്തുള്ള മുനാഫിക്കുകളുടെ കുറ്റങ്ങൾ നമ്മളോട് പറയുന്നതായിട്ടല്ല നമ്മൾ കാണേണ്ടത്, പകരം ഇതിലെന്തെങ്കിലും എനിക്കുണ്ടോ ഓരോരുത്തരും നോട്ട് ചെയ്ത് വെക്കുക. കാരണം നമ്മൾ ഈ ഒരു 20 ആയത്ത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പം അതിന്റെ അർത്ഥം നമ്മൾ അതിനു വേണ്ടി പ്രിപ്പയർഡ് ആവുകയാണ്, ഖുർആൻ കൂടുതൽ മനസ്സിലാക്കാൻ. അതിന് നമ്മൾ എന്താവണം, ആദ്യം പറഞ്ഞ ഗ്രൂപ്പിൽ നമ്മൾ പെടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, ശ്രമിക്കണം, മുത്തഖീങ്ങളാവാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ സെറ്റ് ആവരുത് കാഫിറുകൾ, മൂന്നാമത്തെ സെറ്റും ആവരുത് അല്ലെ മുനാഫിക്കുകൾ. അപ്പൊ ശരിക്കും മനസ്സിലാക്കണം ഇതിനകത്ത് എനിക്ക് എന്തെങ്കിലും ഉണ്ടോ തിരുത്താൻ വേണ്ടിയിട്ട് അല്ലെ. എന്നിട്ട് അത് നമ്മൾ എഴുതി വെച്ച് അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളിൽ അല്ലെങ്കിൽ സ്വഭാവങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഒരു പോയിന്റ് എന്താണ്, അവര് കളവ് പറയുന്നവരാണ് അല്ലെ. വമിനൻ നാസി മൻ യഖൂലു ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ. അവര് പറയാണ് അല്ലെ, അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് അവർ മനുഷ്യന്മാരോട് പറയും, പക്ഷേ അവര് ശരിക്കും വിശ്വാസികളല്ല. അവരുടെ മെയിൻ ആയിട്ടാണ് അവരെന്താണ്, കളവ് പറയുന്നവരാണ്. അതായത് ഒരു മനുഷ്യൻ കളവ് പറയുന്നു എന്ന് പറയുമ്പോഴേക്ക് അവൻ മുനാഫിക്ക് ആവാന്നല്ല, പക്ഷെ അവന് മുനാഫിക്കിന്റെ ക്വാളിറ്റി ഉണ്ട്, അല്ലെങ്കിൽ മുനാഫിക്കിന്റെ ഒരു സ്വഭാവം അവനിലുണ്ട്, അല്ലെങ്കിൽ മുനാഫിക്കുമായിട്ട് അവൻ ഒരു സാദൃശ്യം പുലർത്തുന്നുണ്ട്. ഒരു മനുഷ്യന് ഏതെങ്കിലും ഒരു ഈ മുനാഫിക്കിനെ പോലെ അല്ലെങ്കിൽ കാഫിറിനെ പോലെ എന്തെങ്കിലും ഒരു സാദൃശ്യം ഉണ്ടെങ്കിൽ, അതിന്റെ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ അവസാനം എന്താ സംഭവിക്കുക, അവൻ അതിലേക്ക് എത്തിപ്പെടും. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഈ പറഞ്ഞ മുനാഫിക്കുകളുടെ നമ്മൾ ഇതുവരെ പറഞ്ഞ അല്ലെങ്കിൽ ഇനിയിപ്പോൾ റിവൈസ് ചെയ്യാൻ പോകുന്ന എന്തെങ്കിലും ഒരു ക്വാളിറ്റി നമ്മളടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെല്ലെ അല്ലെ, ഒരു പ്രാവശ്യം നമ്മൾ കളവ് പറയുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അല്ലെ, വലിയ പ്രശ്നമൊന്നുമില്ല കളവ് പറഞ്ഞിട്ട്, എന്നാ പിന്നെ ഒന്നും കൂടെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ പിന്നെയും ചെയ്യാനും അവസാനം അതൊരു ഹാബിറ്റായി മാറാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പൊ മുനാഫിക്കുകളുടെ ഏതൊരു ലക്ഷണം നമ്മളടുത്ത് ഉണ്ടെങ്കിലും അത് മുളയിൽനേ പറിച്ച് കളയുന്ന പോലെ, അതിനെ വളരാൻ അനുവദിക്കാതെ കളയുന്ന പോലെയുള്ള എഫേർട്ട് നമ്മൾ എടുത്തേ മതിയാവുള്ളൂ.
അപ്പം ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് അവരുടെ കളവ് പറയാന്നുള്ളതാണ് അവരുടെ സ്വഭാവത്തിൽ പെടുന്നത് അല്ലെ. നമുക്ക് അറിയാം വലഹും അദാബുൻ അലീമും ബിമാ കാനൂ യക്ദിബൂൻ, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. എന്തുകൊണ്ട്? അവർ കളവ് പറയുന്നവരായതുകൊണ്ട് അല്ലെ. അപ്പൊ ആ വേദനയേറിയ ശിക്ഷ നമുക്ക് വേണ്ട. എന്തെങ്കിലും രീതിയിൽ നമ്മൾ കളവ് പറയുന്നുണ്ടെങ്കിൽ, നമ്മളോട് തന്നെ നമ്മൾ കളവ് പറയുന്നുണ്ടെങ്കിൽ അല്ലെ, നമ്മൾ പറഞ്ഞ ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. കാരണം നമ്മൾ നമ്മളോട് തന്നെ കളവ് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥമാണ് നമ്മളുടെ വിശ്വാസത്തിന് എവിടെയോ ഒരു ഇതുണ്ടെന്ന് അല്ലെ. പുറത്ത് നമ്മൾ പറയണ എന്താണ്, ഈ ആയത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞാൽ മതി ആമന്ന ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി, അങ്ങനെ പറയുന്നവരാ നമ്മളൊക്കെ അല്ലെ. അതിന്റെ ശരിക്കുള്ള വിശ്വാസം നമ്മളുടെ ഉള്ളിലുണ്ടോ? അതിനനുസരിച്ചാണോ നമ്മളുടെ പ്രവൃത്തികൾ? അങ്ങനെയല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ കളവ് പറയുന്നവരാണ് അല്ലെ. അപ്പം അവിടുന്നേ വേണം തുടങ്ങാൻ, അത് പറിച്ചു കളയാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ. പിന്നെ ആളുകളോട് പറയുമ്പോൾ നമ്മൾ ചില സമയത്ത് പേടിയായിരിക്കും അല്ലെ, ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കുന്നത് പേടിയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഒരു അപമാനം ഭയന്നിട്ടായിരിക്കും, അല്ലെങ്കിൽ നാണക്കേട് വിചാരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ നല്ലൊരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലെ. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളെ തന്നെ ഉപദ്രവിക്കുകയാണ്. കാരണം വലഹും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയാണ് നമുക്കുള്ളത് അല്ലെ. ഈ ലോകത്ത് നമ്മൾ ഒരിത്തിരി കളവ് പറഞ്ഞിട്ട് ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഒരു ഇമേജ് ഉണ്ടാക്കി തന്നെ വെക്കുക. പരലോകത്ത് നമ്മൾ എന്തിലാണ്? അപമാനത്തിലേക്ക് പോവാണ് അല്ലെ. ഇവിടുന്ന് വലിയ അഭിമാനത്തിന് വേണ്ടി നമ്മൾ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മറച്ചു വെക്കാൻ വേണ്ടി ഒരു കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ പരലോകത്ത് നമ്മൾ ഏറ്റവും വലിയ നാണക്കേടില് ആണ് വരാൻ പോകുന്നത്, ഏറ്റവും വേദനയേറിയ ശിക്ഷയാണ് വരാൻ പോകുന്നത് അല്ലെ. നമ്മളറിയാം ഈ ഒരു ഇതിന്റെ അവസാനത്തെ ആയത്തിൽ നമ്മൾ പറയുന്നു ഉലൈക അല്ലദീന ഇശ്തറൂ വലാലത ബിൽ ഹുദാ, അവരെന്ത് ചെയ്തവരാണ്? ഹിദായത്ത് കൊടുത്തിട്ട് പകരം വഴികേട് വാങ്ങിയവരാണ്. ഫമാ റബിഹത് തിജാറത്തുഹും, അവർക്ക് അവരുടെ കച്ചവടത്തിൽ ഒരു ലാഭവും ഉണ്ടായിട്ടില്ല. അപ്പം ഇവിടത്തെ ഗുണത്തിന് വേണ്ടിയിട്ടില്ലേ, പരലോകം നഷ്ടപ്പെടുത്തിയിട്ട് ഇവിടുത്തെ ഗുണം വാങ്ങിയെങ്കിൽ, അല്ലെങ്കിൽ സന്മാർഗം നഷ്ടപ്പെടുത്തിയിട്ട് ദുർമാർഗം വാങ്ങിയെങ്കിൽ എന്താണ്? നഷ്ടപ്പെട്ട കച്ചവടത്തിൽ പെട്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിൽ ഇനി എന്തിനു വേണ്ടിയാണെങ്കിലും, ഭയത്തിന്റെ പേരിലാണെങ്കിലും അഭിമാനത്തിന്റെ പേരിലാണെങ്കിലും ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എന്തിനു വേണ്ടിയാണെങ്കിലും കളവ് പറയല് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അത് നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മളത് പറിച്ചു കളയണം. അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ ഗ്രോ ചെയ്തിട്ട് അത് നമ്മളൊരു സ്ഥിരം ശീലമായിട്ട് നമ്മൾ മുനാഫിക്കുകളിൽ പെട്ടുപോകും. നേരത്തെ പറഞ്ഞു കളവ് പറയാ എന്നുകൊണ്ട് ഒരാൾ മുനാഫിക്ക് ആവുന്നില്ല, പക്ഷെ അത് മുനാഫിക്കിന്റെ ഒരു ലക്ഷണം ഉണ്ടാകാന്നാണ്. ആ ലക്ഷണത്തിന് നമ്മൾ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ അവസാനം ശരിക്കും മുനാഫിക്കായിട്ട് മാറും. അപ്പൊ ഇതുപോലത്തെ ഓരോ സ്വഭാവവും നമ്മൾ മനസ്സിലാക്കുന്ന എന്തിനാ? അതുണ്ടെങ്കിൽ പറിച്ചു കളയാൻ വേണ്ടി, അതിനെ വളർത്താൻ അനുവദിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഓരോ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ലോകത്ത് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പരലോകം സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്നേക്കുമായിട്ടില്ലേ ഇഹവും പരവും നഷ്ടപ്പെടും. മാത്രമല്ല ചില സമയത്ത് ഇവിടുന്ന് തന്നെ പറഞ്ഞ പല കള്ളങ്ങളും ഇവിടുന്ന് തന്നെ എക്സ്പോസ്ഡ് ആയി പോകും അല്ലെ. നമ്മൾ കളവ് പറഞ്ഞാൽ പിടിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ, ഒരുപാട് വലിയ വലിയ തെറ്റുകൾ തിന്മകളൊക്കെ പിടിക്കപ്പെടുന്നുണ്ട് അല്ലെ. അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഇഹലോകത്തും ഇല്ല, പരലോകത്ത് ഉറപ്പായിട്ടും ഇല്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫോൾട്ടോ എന്തെങ്കിലും തെറ്റോ കവർ ചെയ്യാനോ അഭിമാനത്തിനോ എന്തിനു വേണ്ടിയിട്ടാണ് കളവ് പറയുന്നെങ്കിലും നമുക്ക് ആ ലാഭമില്ലാത്ത കച്ചവടം വേണ്ട. നമ്മളുടെ ഓരോ നിമിഷവും ഇമ്പോർട്ടന്റ് ആണ്. അത് നമ്മൾ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ അടുത്തത് എന്താന്ന് വെച്ചാൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മുനാഫിക്കുകളുടെ വാക്കുകളും പ്രവൃത്തികളും കോൺട്രഡിക്ഷൻ ആണ് അല്ലെ. അവര് പറയുന്നതും അവരുടെ ഹൃദയത്തിലുള്ളതും കോൺട്രഡിക്ഷൻ ആണ്. ഈ മുനാഫിക്കുകളുടെ ആയത്ത് പറഞ്ഞ ഓരോ സ്ഥലത്തും ഇതിനുള്ള ഹിന്റുകൾ ഉണ്ടായിരുന്നു. വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിരി വമാ ഹും ബിമുഅ്മിനീൻ, അവിടെ കോൺട്രഡിക്ഷൻ ആണ് അല്ലെ. മനുഷ്യന്മാരോട് എന്താ പറയാ, മനുഷ്യന്മാരിൽ ചില ആളുകളുണ്ട്, അവർ പറയും ഞാൻ അള്ളാഹുൽ വിശ്വസിക്കുന്നു, പരലോകത്തിൽ വിശ്വസിക്കുന്നു, പക്ഷെ അവര് വിശ്വസിക്കുന്നില്ല. കോൺട്രഡിക്ഷൻ ആണ്. വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലു ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ അല്ലെ. അള്ളാഹു പറയണ അവരോട് നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ അവര് പറയും ഞങ്ങൾ മുസ്ലിങ്ങളാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ തൊട്ടടുത്ത് പറയുന്നുണ്ട് അല്ല, അവര് മുഫ്സിദീങ്ങളാണ്. അപ്പം അവിടെ കോൺട്രഡിക്ഷൻ ആണല്ലോ. അവര് ചെയ്യുന്നത് മുഴുവൻ ഫസാദാണ്, പക്ഷെ അവർ അവകാശപ്പെടുന്നത് അവര് മുസ്ലിഹാണെന്നാണ്. അതേപോലെ വഇദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസു ഖാലു അനുമിനു കമാ ആമന സുഫഹാ, അവരോട് ആളുകൾ വിശ്വസിക്കുന്ന പോലെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അവര് ചോദിക്കും ഈ വിഡ്ഢികൾ വിശ്വസിക്കുന്ന പോലെ വിശ്വസിക്കാനോ? എന്നാലോ
വഇദാ ലഖുല്ലദീന ആമനു ഖാലു ആമന്ന. അപ്പൊ വിശ്വാസികളുടെ അടുത്തേക്ക് വരുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെ? അവിടെയും കോൺട്രഡിക്ഷൻ ആണ്. അപ്പം ഈ എല്ലാ ആയത്തുകളിലും ഒരു ഹിന്റ് ഉണ്ട്, എന്ത്? കോൺട്രഡിക്ഷന്റെ. അവരുടെ ഹൃദയത്തിലുള്ളതും സംസാരവും പ്രവൃത്തിയും തമ്മിൽ എവിടേക്കോ ഒരു മാച്ച് ഇല്ലായ്മയുടെ, അല്ലെ? അപ്പം ഇത് മുനാഫിക്കുകളുടെ മെയിൻ ഐറ്റമാണ്. ഒരു ഹൃദയത്തിൽ ചിന്തിക്കുന്നതൊന്ന്, ഉദ്ദേശിക്കുന്നതൊന്ന്, പറയുന്നത് വേറൊന്ന്, പലതും മൂടി വെച്ചിട്ട് വേറൊന്ന് പുറത്തു പറയാണ്. എന്തിനാണ് ആൾക്കാർ അങ്ങനെ പറയുന്നത്? അവര് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫിറ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലേ? നിങ്ങൾ എന്താണോ അതാണ് നമ്മളും. എവിടെയാണെങ്കിലും അവിടെ കംഫർട്ടബിൾ ആയിരിക്കണം. അതായത് ഒരു ശരിക്കുള്ള എന്താണ് ഒരു തഖ്വയും ഈമാനും ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പിൽ എത്തുമ്പോൾ അവരെന്ത് ചെയ്യുമ്പോഴും അവരുടെ കൂടെ കംഫർട്ടബിൾ ആവണമെങ്കിൽ ഇതൊക്കെ ശരിയാണ്, ഇതൊക്കെ അല്ലെങ്കിൽ മറ്റവരെന്തോ അവർക്കെന്തോ ഭ്രാന്തായിട്ട് അവരതൊക്കെ ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ഇവരെ കൂടെ ഫിറ്റ് ആവും. എന്നാൽ ഒരു മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലെത്തുമ്പോൾ ആമന്ന, ഞങ്ങളും വിശ്വസിച്ചിരിക്കുന്നു, അപ്പം അവിടെയും ഫിറ്റായി. അവർക്ക് ഒരിത്തിരി പോലും ഡിസ്കംഫർട്ട് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ പേരിൽ അവർക്ക് എടുക്കാൻ പറ്റൂല. അവർ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കണം, അല്ലെ? ആളുകളിൽ നിന്ന് അവർക്ക് എന്താണ് പ്രയോജനങ്ങൾ, അതായത് ഈ ഗ്രൂപ്പിനെ എതിർത്ത് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന പ്രയോജനം നഷ്ടപ്പെടും, ആ ഗ്രൂപ്പിനെ എതിർത്ത് പറഞ്ഞാൽ അവിടുന്ന് കിട്ടുന്ന പ്രയോജനം നഷ്ടപ്പെടും. അവർക്ക് ഈ ഐഹികമായ എല്ലാ ബെനിഫിറ്റുകളും അവർക്ക് വേണം. അല്ലെങ്കിൽ അവർക്ക് ഭയമാണ്, അല്ലെ? അവരെ എതിർത്ത് പറഞ്ഞാൽ ഇനി പ്രശ്നമാവോ, അവരെന്ത് വിചാരിക്കും, അല്ലെ? നമ്മളത് ഈവൻ ഇസ്ലാമിക സംഘടനകളിൽ പോലും കാണുന്നുണ്ട്, അല്ലെ? ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റിന്റെ കൂടെ നിൽക്കുന്നതും ഒക്കെ, അല്ലെ? അപ്പം ഭയമാണ്, അവരുടെ ഉള്ളില് ഭയമാണ് ഉള്ളത്. കാരണം ഇതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഇവര് ഭയങ്കര പവറുള്ള ആൾക്കാരാ, എനിക്ക് എന്ത് സംഭവിക്കും, അല്ലെ? ധൈര്യമില്ലായ്മ, എന്തൊക്കെയോ ഹൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ളിൽ ഒരു കുറ്റബോധം, അതായത് ഞാൻ ചെയ്യുന്നത് പുറത്ത് പറയാനുള്ള പേടി, അങ്ങനെ പല കാരണങ്ങളാണ്. അപ്പം അവര് രണ്ട് മുഖം കാണിക്കാൻ ഇതുപോലെ ഒരുപാട് റീസൺസ് ഉണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് നമുക്ക് കുറച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഏത് ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്കത് പറയാൻ പറ്റും, അല്ലെ? അപ്പൊ നമുക്ക് നമ്മളുടെ ഹൃദയത്തിലുള്ളത് പുറത്തു പറയാൻ യാതൊരു പേടിയും ഉണ്ടാവില്ല. അതെന്തിന്റെ ലക്ഷണമാണ്? സ്ട്രെങ്ത്തിന്റെ ലക്ഷണമാണ്, അല്ലെ? പക്ഷെ മറ്റേ മുനാഫിക്കുകളോ, അവർ ഉള്ളിൽ വീക്കാണ്. അവർക്ക് ഉള്ളിൽ എന്താണ്? ഉള്ളിലുള്ളത് പുറത്തു പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് തന്നെ അവര് ആളുകളെ ചീറ്റ് ചെയ്യുന്ന, അത് രണ്ടാമത്തെ ക്വാളിറ്റി. ഇനി മൂന്നാമത്തെ സ്വഭാവം എന്ന് പറയുന്നത് അവരെ പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും. അതായത് അവർ കളർ മാറുന്നവരല്ലേ? ഓരോ ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴും ആ ഗ്രൂപ്പിന്റെ കളർ എടുക്കുന്നവരാണ്. അവർ ഏത് ഗ്രൂപ്പിലാണോ, അപ്പൊ ഒരു കല്യാണത്തിന് പോയി അവിടെ നല്ല ആട്ടും പാട്ടും ഒക്കെ ഉണ്ട്, മ്യൂസിക് ഒക്കെ ഹറാമാന്ന് വെറുതെ പറയാ, അത് അവർ ആ കൂട്ടത്തിൽ കൂടും, അല്ലെ? എന്നാൽ വേറെ ഒരു ഗ്രൂപ്പിൽ ചെന്ന് കഴിഞ്ഞിട്ട് നല്ല നല്ല ഈമാനും തഖ്വയുള്ള ഒരു കല്യാണം നടക്കുമ്പോൾ ശരിക്കും അത് ഓരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമല്ലേ, എന്താണ് ഇന്നത്തെ കാലത്ത്, അതും പറയും, അല്ലെ? അപ്പം സ്വന്തമായിട്ട് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇല്ല അവർക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അവരെന്താക്കാം, ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാം. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആര് പറഞ്ഞതിലും അവര് വീഴും. കാരണം അവർക്ക് തന്നെ അറിയൂല എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യേണ്ടാത്തത്. ഇനി അഥവാ അറിയെങ്കിൽ പോലും ആ ഗ്രൂപ്പിൽ ഫിറ്റ് ആവാൻ അവിടെ അതും പറയും, ഈ ഗ്രൂപ്പിൽ ഫിറ്റ് ആവാൻ ഇവിടെ ഇതും പറയും. കാരണം അവർക്ക് താൽക്കാലികമായിട്ടുള്ള എല്ലാ ബെനിഫിറ്റും വേണം. അടുത്ത പോയിന്റ്, അവര് വിഡ്ഢികളാണ്, അല്ലെ? കാരണം അവര് വിശ്വാസികളെ തന്നെ വിഡ്ഢികൾ എന്ന് വിളിക്കുകയാണ്. ഇദാ ഖീല ലഹും ആമിനു കമാ ആമനൻ നാസു ഖാലു അനുമിനു കമാ ആമന സുഫഹാ. നിങ്ങൾ മനുഷ്യരെ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കുന്ന പറയുമ്പോൾ അവരെന്താ പറയുന്നത്? ആ വിഡ്ഢികൾ വിശ്വസിക്കുന്ന പോലെയോ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് മറുപടി ആയിട്ട് പറയാണ്, അലാ ഇന്നഹും ഹുമുസ് സുഫഹാ, അവര് തന്നെയാണ് വിഡ്ഢികൾ, വലാകിൻ ലാ യഅലമൂൻ, പക്ഷെ അവര് അറിയുന്നില്ല, അല്ലേ? അപ്പം ഈ കോണ്ടെക്സ്റ്റ് നമ്മൾ പറയുന്നു, മദീനയില് മുനാഫിക്കുകൾ അവരവരുടെ പൂർവ്വപിതാക്കന്മാരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നിട്ട് അവർക്ക് തോന്നാം ഒരു പ്രവാചകൻ എന്ന് പറഞ്ഞ ഒരാൾ വരികയും ചെയ്ത് അവരവരുടെ പൂർവ്വപിതാക്കന്മാരുടെ മതമൊക്കെ വിട്ട് ഇയാളുടെ പിന്നാലെ പോയി, അല്ലെ? എന്തൊരു വെഡിത്താണ്. എന്നിട്ട് അവര് മുസ്ലിങ്ങളായി. അങ്ങനെ പറയണം അവരല്ലേ വിഡ്ഢികളാണെന്ന്. പക്ഷെ അള്ളാഹു പറയുന്നത് എന്താണ്? ഇവരാണ് വിഡ്ഢികൾ, ഈ മുനാഫിക്കങ്ങളാണ് വിഡ്ഢികൾ. കാരണം അവരെന്ത് ചെയ്യും? വിശ്വാസികളുടെ അടുത്ത് ചെന്നിട്ട് പറയും, കാലു ആമന്ന, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. എന്നിട്ട് അവരുടെ ഷയാത്തീന്റെ അടുത്ത് ചെല്ലുമ്പോ പറയും, ഇന്നാ മഅക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അപ്പൊ അള്ളാഹു പറയണ എന്ത്? അല ഇന്നഹും ഹുമുസ് സുഫഹാ, അവര് തന്നെയാണ് വിഡ്ഢികൾ. അവർക്ക് വിശ്വാസമില്ല, അല്ലെ? ഈമാനില്ല അവരുടെ ഉള്ളില്. ഇവരാണ് ഏറ്റവും മോശപ്പെട്ട ആൾക്കാര്.
അവരുടെ ഉള്ളിൽ വിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, ഇല്ലേന്ന് ചോദിച്ചാൽ ഇല്ല. അതായത് അവർക്ക് അതിനകത്തൊരു യഖീനില്ല. അത്രയ്ക്കും ഉറച്ച വിശ്വാസം അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും അതിന് യോജിക്കുന്നതായനെ. എപ്പോഴും അവരെന്ന് പറയുമ്പോൾ നമ്മൾ തുടക്കത്തെ പറഞ്ഞ പോലെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ എവിടെയെങ്കിലും നമ്മൾ ഫിറ്റ് ആവുന്നുണ്ടോ, ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടോ? ഓക്കെ, ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഇത് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് അവരുടെ ഉള്ളിലുള്ള ഈമാൻ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം, പരലോകത്തെ കുറിച്ചുള്ള വിശ്വാസം അത് ഉറച്ചതാണെങ്കിൽ അവർക്ക് പുറത്തത് കാണിക്കുന്നതിന് ഒരു പേടിയും ഉണ്ടാവില്ലായിരുന്നു അല്ലെ. അപ്പം അതുകൊണ്ട് അത് കാണിക്കാത്തത് കൊണ്ട് അവരാണ് ഏറ്റവും വലിയ വിഡ്ഢികൾ. അവര് കളറ് മാറിക്കൊണ്ടേയിരിക്കും. ഓരോ ഗ്രൂപ്പിൽ ചെല്ലുമ്പോഴും ഓരോന്നായിരിക്കും. നമുക്ക് തന്നെ സംശയവും, ഇതെന്താ ഇപ്പൊ ഇവർ അവിടെ അത് പറഞ്ഞ് ഇവിടെ ഇത് പറഞ്ഞ്, ശരിക്കും ഇവർ ആരാണ്, ഇവർക്ക് ജീവിതത്തിൽ നിന്ന് എന്താ വേണ്ടത് അല്ലേ? ഒരാൾ ചിലപ്പം ചില സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പിൽ ചെല്ലുമ്പോൾ ഭയങ്കര റിലീജിയസ് ആയിരിക്കും, ഭയങ്കര ദീനും തക്കവയും കാര്യങ്ങളും ഒക്കെ പറയും. ഇതേ ആളെ തന്നെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ തന്നെ ഒരു രൂപത്തിൽ, വേറെ തന്നെ ഒരു കോലത്തിൽ, വേറെ തന്നെ ഒരു ഡ്രസ്സപ്പിൽ കാണും. അവിടുത്തെ ആൾക്കാരെ കൂടെ അവര് പറയുന്നതൊക്കെ ശരി വെച്ചുകൊണ്ട് അല്ലെ. അപ്പം പ്രശ്നം എന്താന്ന് വെച്ചാൽ ഇവര് മുസ്ലിങ്ങളാണോ? ആണ്. കാരണം പേര് മുസ്ലിമാണ്. ചില ഗ്രൂപ്പുകളിൽ അവർ മുസ്ലിം, ശരിക്കുള്ള മുസ്ലിംസ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവര് ലോകത്തിന് ഇസ്ലാം കാണിച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഇവരും പെടുന്നുണ്ട്. പക്ഷെ ലോകം വിചാരിക്കുക ഇവരതാണ് യഥാർത്ഥ ദീൻ എന്നല്ലേ. അവര് മുസ്ലിങ്ങളാണല്ലോ, എന്നിട്ട് അവരതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പല കാര്യങ്ങളും എന്താണെന്ന് നമ്മൾ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം. നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു മുസ്ലിംസ് അല്ലേ, ഒരു ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നതാണ് അല്ലേ. അതുകൊണ്ട് ശരിയായ മുസ്ലിംസിന് എതിരെ ആരോപണങ്ങൾ വരാനോ ശരിയായ മുസ്ലിംസ് ഒരുപാട് സഹിക്കാനുമുള്ള ഒരു കാരണമായി തീരുകയാണ് എന്ത്, ഇത്തരത്തില് നെയിംസേക്ക് മുസ്ലിംസ്. അതുകൊണ്ട് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്, മുനാഫിക്കുകൾ ഈ കാണിക്കുന്നത്. അവർ ഓരോ ഗ്രൂപ്പിൽ ഓരോ കളറ് കാണിക്കുന്നത്, ഓരോരുത്തർ പറയുമ്പം ഓരോ കാര്യങ്ങൾ അവർക്കൊത്ത് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ഏറ്റവും വലിയ വിഡ്ഢികൾ അവരാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അവരെ കുറിച്ച് തന്നെ ഭയങ്കര ഹൈ ആയിട്ടാണ് ചിന്തിച്ചു വെക്കുക. ഓക്കെ, 5ാമത്തെ പോയിന്റ് ആയിട്ട് ഞാൻ പറയുന്നത്, മുനാഫിക്കുകളാണെങ്കിൽ അവരെ കുറിച്ച് വലിയ ചിന്തയായിരിക്കും. കാരണം നമ്മൾ പറയുന്നുണ്ടല്ലേ, ഖാലു അനുമിനു കമാ ആമന സുഫഹാ, ഈ വിഡ്ഢികളെ വിശ്വസിക്കുന്ന പോലെ ഞങ്ങൾ വിശ്വസിക്കാനോ അല്ലേ. അതിന്റെ അർത്ഥം ഞങ്ങൾ എന്താ, നമ്മളെന്തോ സംഭവമാണ്, നമ്മൾ ബുദ്ധിമാന്മാരാണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പം അഹങ്കാരം, നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള ചിന്ത ആരുടേതാണ്? മുനാഫിക്കുകളുടെയാണ്. ബാക്കി എല്ലാവരും നമ്മളെക്കാൾ ഒരു പടി താഴെയാണെന്നുള്ള തോന്നല്, ഒരു പടി താഴെയാണ് ബാക്കി എല്ലാവരും ഇരിക്കുന്നത് എന്നുള്ള ചിന്ത. അപ്പം ഇതിന്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് എന്താണ്? ഇപ്പം ഒരാള് അയാൾ ഞാൻ ഭയങ്കര സംഭവം ബാക്കിയുള്ളവർ മോശമാണെന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാവുക? ഒരുപാട് മറ്റുള്ളവരെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് അവൾ അങ്ങനെ ചെയ്തു, ഇവളിങ്ങനെ ചെയ്തു, എന്നാലും അത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ലെ. അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് ജഡ്ജ്മെന്റ്, അത് അവൾ ചെയ്തത് ശരിയായിട്ടില്ല അല്ലെ. അത് കൂടുതൽ ആൾക്കാരെ കുറിച്ചാണോ നമുക്ക് സംസാരിക്കാൻ ഇഷ്ടം, അതും അവരുടെ നെഗറ്റീവുകൾ, അവരെ കുറിച്ചുള്ള ജഡ്ജ്മെന്റുകൾ, അവരെ കുറിച്ചുള്ള ക്രിറ്റിസിസം. ഓക്കെ, അവരത് ചെയ്തു, അങ്ങനെ ചെയ്തതുകൊണ്ടാണ് അവരുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്, അന്ന് ചെയ്തതിന് കിട്ടിയതാണ്. ഇതൊക്കെ ജഡ്ജ്മെന്റ് ആണ്, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മാത്രം ഡ്യൂട്ടിയാണ്. ഓക്കെ, അതുപോലെ ക്രിറ്റിസിസവും ജഡ്ജ്മെന്റും മറ്റുള്ളവരെ കുറിച്ചുള്ള കമന്റുകളും ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ. അതായത് നമ്മൾ ഭയങ്കര സംഭവം ആയതുകൊണ്ടാണല്ലോ നമുക്കിത് പറയാൻ പറ്റുന്നത് അല്ലെ, ബാക്കിയുള്ളവരെ ഭയങ്കര കുറിച്ച് നെഗറ്റീവായിട്ട്. അപ്പം ഇത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. മുനാഫിക്കുകളുടെ മുമ്പിൽ ബാക്കി എല്ലാവരും സുഫഹാ ആണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെ ഒരു ഹാബിറ്റ് നമുക്ക് ഉണ്ടെങ്കിൽ, നമുക്ക് ഓളൊരു ഡ്രസ്സിങ് കണ്ട് എന്താ ഓളെ വർത്താനം എന്നാ, ഡ്രസ്സിങ് കണ്ടാല്, അല്ലെങ്കിൽ തിരിച്ച് ഓളെ ഡ്രസ്സിങ് ഭയങ്കര സംഭവം, പ്രവൃത്തി എന്താണ് അല്ലെ. അപ്പം ഇതൊക്കെ നമ്മുടെ സംസാരത്തിൽ കയറി ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ എവിടെയോ നമ്മൾ ഭയങ്കര സംഭവമാണെന്നുള്ള ചിന്തയാണ്. അത് ആരുടെ ലക്ഷണമാണ്? മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. ഞാൻ നിങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, നമ്മളൊക്കെ ഈ പറഞ്ഞ കൂട്ടത്തില് മെയിൻ ആയിട്ട് പെട്ടു പോകുന്ന ഒരു കാര്യം ഇതാണ്. അതുകൊണ്ട് ചിന്തിക്കുക, ഇതിനെ നമ്മൾ വളർത്തിക്കൊണ്ടുപോയാൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ ആ മുനാഫിക്ക് ബക്കറ്റിൽ ചെന്ന് വീഴും. അതിന്റെ റിസൾട്ട് വലഹും അദാബുൻ അലീം ആണ് അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ എന്തിനാ മറ്റുള്ള ആൾക്കാരെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അങ്ങനെ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. തിരുത്താൻ കണക്കില്ലാത്തതുണ്ട് നമുക്ക് ഓരോരുത്തരിലും. ആരും പെർഫെക്റ്റ് അല്ല.
അല്ലെ? നമുക്ക് എന്നാ നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് ഓൾ അത് ചെയ്ത്, ഓൾ ഇത് ചെയ്ത്, ഓൾ അങ്ങനെ ചെയ്ത് പറഞ്ഞ്, ഓൾ ഇങ്ങനെ പറഞ്ഞ്, അല്ലെ? അത് ശരിയായില്ല, ഇത് ശരിയായില്ല, ഒക്കെ അങ്ങനെ ചെയ്തൂടെ? അതാണ് നമ്മളെ മെയിൻ. അപ്പം നമ്മളോട് ചോദിക്കാം, എനിക്കിനി എന്തൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ട്? എന്തൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് ബേസിൽ നിന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുണ്ടല്ലേ. ഇപ്പോഴും നമ്മളുടെ ഉദു നിസ്കാരം പോലും കറക്റ്റാണ്, 100% അല്ലെങ്കിൽ 50% നമുക്ക് ആർഗ്യൂ ചെയ്യാനില്ല. അപ്പൊ നമുക്ക് എവിടുന്ന് റൂട്ടിന്ന് ഇനിയും കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാനുണ്ട്, അല്ലെ? അപ്പൊ നമ്മളുടെ ടൈം അതിനു വേണ്ടി ഉപയോഗിക്കുക, നമ്മളുടെ ചിന്തകൾ അതിനു വേണ്ടി ഉപയോഗിക്കുക. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഭൂമിയിൽ ഒന്നുമില്ല. വേറൊരാളെ തിരുത്തൽ പോലും അതിനേക്കാളും ഇമ്പോർട്ടന്റ് അല്ല ദീനില്. ഓക്കെ, എന്നെ തിരുത്തുന്നതിനേക്കാളും ഇമ്പോർട്ടന്റ് അല്ല വേറൊരാളെ തിരുത്തുന്നത് പോലും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മളൊക്കെ നമ്മളുടെ ടൈം എന്തിനാണ് ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്നത് എന്ന് ആലോചിക്കുക. ചിന്തയാണെങ്കിലും സംസാരമാണെങ്കിലും. നമ്മുടെ സംസാരം പോലും എന്തിനു വേണ്ടി? നമ്മളുടെ തിരുത്താൻ വേണ്ടിയിട്ടുള്ളതാവുക. കാരണം ഈവൻ നമ്മൾ മറ്റൊരാളെ ഉപദേശിക്കാന്ന് ചോദിക്കുക, നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് ഒരു കാര്യം പഠിച്ചപ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നമ്മൾ മറ്റുള്ളവരോട് പറയാണ്, ഇത് ശരിക്കും ഇതാണ് ഇതിന്റെ ശരി, നമ്മൾ ഇത് കറക്റ്റ് ചെയ്യണം, ഈ തെറ്റ് ഞാനും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് പേടിയുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ എവിടെയോ ഞാൻ തിരുത്തണം എന്നുള്ള ഒരു ഭയം ഉണ്ടാവും. എന്നാൽ നമ്മൾ മറിച്ച് പറയാന്ന് വെച്ചോ, ഓൾ ആ തെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ, അവൾ എപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉള്ളിൽ നമ്മൾ എന്താ പറയുന്നത്? ഞാൻ ശരിയാണ്, അല്ലേ? ഞാനൊക്കെ ഓക്കെയാണ്, അവള് മോശമാണ്. അപ്പൊ നമ്മൾ പോലും അറിയാതെ നമ്മളെ കറക്റ്റ് ചെയ്യണം എന്നുള്ള ചിന്ത നമ്മളുടെ ഉള്ളിൽ നിന്ന് അങ്ങ് എടുത്ത് കളയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മുടെ സംസാരം മറ്റേ മോഡിലായിരിക്കുക. ഓള് തെറ്റാണ്, ഓള് ശരി ഏതാണെന്ന് പറയുന്നതിനേക്കാളും എനിക്കും ഇനിയും തിരുത്താനുണ്ട്. ആ തിരുത്തൽ നമുക്ക് ചേർന്ന് നിന്ന് തിരുത്താലോ, അല്ലെ? എനിക്കും ഇത് തിരുത്തണം, നിങ്ങളും തിരുത്തിക്കോ. അപ്പം എന്തായി? അത് ജഡ്ജ്മെന്റ് അല്ല, നമ്മൾ കൈ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ്. ഫിംഗർ പോയിന്റ് ചെയ്യാതെ നമ്മൾ കൈ പിടിച്ച് നമുക്ക് രണ്ടുപേർക്കും കറക്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാന്ന് പറയുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാണ്ട് നമ്മളോട് പറയാണ് ഞാൻ കറക്റ്റ് ചെയ്യപ്പെടണം എന്ന്, അല്ലെ? മറ്റേത് അവള് കറക്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എന്റെ മനസ്സിൽ ഞാൻ പോലും അറിയാതെ ഒരു കാര്യം സീൽ ചെയ്ത് വെക്കപ്പെടും. എന്താണ്? ഞാനൊക്കെ കറക്റ്റാണ്, ഇനി ഒന്നും തിരുത്താൻ എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ളത്. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് ഇബ്ലീസിന്റെ ട്രാപ്പിൽ പെട്ട് മുനാഫിക്കിന്റെ ലക്ഷണം കാണിക്കുന്ന ഒരു കാര്യമാണ് ഇത്. മുനാഫിക്കിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ അവന്റെ ഈമാനിനെ കുറിച്ച് സംശയങ്ങളാണ്. വലിയൊരു ഉറപ്പ് യഖീനൊന്നുമില്ല അവന്റെ ഈമാനിനെ കുറിച്ച്. എന്നാലോ അവനെ കുറിച്ച് അവന് വലിയ ചിന്തയാണ്. അവന്റെ ഈമാനെ കുറിച്ച് വലിയൊരു ഉറപ്പൊന്നും ഉണ്ടാവില്ല, കാരണം വലിയ ഉറപ്പുണ്ടെങ്കിൽ ഇതൊന്നും കാണിക്കൂലല്ലോ. എന്നാൽ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ചിലപ്പോൾ ഒരു 5-10 നല്ല കാര്യങ്ങളെ ചെയ്യുന്നുള്ളൂ, അതിനെക്കുറിച്ച് ഭയങ്കര ചിന്തയാണ്. ഈ വിശ്വാസത്തിനെ കുറിച്ച് യാതൊരു എന്താണ് അവന്റെ ഉള്ളിലുള്ള യഖീന അല്ലെങ്കിൽ ഈമാനെ കുറിച്ച് വലിയ അഭിമാനമൊന്നുമില്ല. പക്ഷെ അവനെ കുറിച്ച് തന്നെ ഭയങ്കര അഭിമാനമായിരിക്കും. നമ്മൾ ആരെങ്കിലും ഇതിൽ പെടുന്നുണ്ടെങ്കിൽ മുനാഫിക്കിന്റെ സ്വഭാവത്തിൽ പെട്ടതാണ്. പറിച്ചു കളയണം നോളയിലെ. ഓക്കെ, ഞാൻ ഭയങ്കര ബുദ്ധിമാനാണ്, ബാക്കിയുള്ളവരൊക്കെ എനിക്ക് എന്താ വിഡ്ഢിയാക്കാൻ പറ്റും, ഞാൻ ഏറ്റവും വലിയ വിശ്വാസിയാണെന്ന് കാണിച്ചിട്ട്, അല്ലെ? ഞാൻ ഭയങ്കര മുഅ്മിനാണെന്ന് കാണിച്ചിട്ട് ബാക്കിയുള്ളവരൊക്കെ കൊച്ചാക്കാന്നുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടെങ്കിൽ അത് മുനാഫിഖിന്റെ എന്താണ് വിത്താണ്. അത് നമ്മൾ പറിച്ച് കളയേണ്ടിയിരിക്കുന്നു. ചില ആൾക്കാർ പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷനിൽ ഇപ്പം കുറച്ച് ശരിയായ ദീനിൽ ഫോളോ ചെയ്യതാക്കൊക്കെ ചെയ്യുമ്പം പറയും, ഇതൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കാര്യം. നമ്മൾ സൗദിയിലെ ഒരു ഗ്രാമത്തിലൊന്നല്ല ജീവിക്കുന്നത്, അല്ലെ? ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നും നടക്കൂല. കുറച്ച് ഇതും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടേ പറ്റുള്ളൂ, അല്ലെ? അപ്പം എന്താണ് ഇത്തിരി പ്രോഗ്രസീവ് ആണ്, ഭയങ്കര മോഡേൺ ആണ് എന്നൊക്കെ പറയുമ്പോൾ ദീനിനെ പിന്നോട്ട് വലിച്ചെറിയുക എന്നുള്ള ഒരു ചിന്ത ഉണ്ട്. എന്നിട്ട് ദീൻ ശരിക്കും ഫോളോ ചെയ്യുന്നവരെ ഒരു പുച്ഛത്തോടു കൂടി കാണല്, അത് ഒരു വിഭാഗം, അല്ലെ? മുനാഫിക്കുകളിൽ തന്നെ പെട്ട ഒരു വിഭാഗത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കുറച്ച് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ കുറച്ച് പെറുക്കിയെടുത്തിട്ട്, അല്ലെ, വെള്ളിയാഴ്ച ജുമാക്ക് പോവാ, അതിന് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ 1-2 ക്ലാസ്സിനൊക്കെ പോവാ. ആ പറയുന്നതൊക്കെയും ജീവിതത്തിലൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കൂല. അത് ചെയ്യുന്നവരെ എന്താക്കുക? പുച്ഛിക്കുക. അതൊക്കെ എന്താണ് ഈ ഇതിനകത്ത് പെടുന്നതാണ്. നമ്മൾ കറക്റ്റ് ആണ്, ബാക്കിയുള്ളവർ റോങ് ആണെന്നുള്ള ചിന്തയിൽ പെടുന്നതാണ്. ദീനെന്ന് പറഞ്ഞാൽ ബുഫേ അല്ല, നമുക്ക് ഇഷ്ടമുള്ളത് പിക്ക് ചെയ്യാനുള്ളതേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യാൻ പറഞ്ഞത് ചെയ്യാനും ചെയ്യാതിരിക്കാൻ പറഞ്ഞത് ചെയ്യാതിരിക്കാനും പറ്റാന്നുള്ളതാണ് തഖ്വ. തഖ്വയുള്ളവർക്കുള്ളതാണ് ഖുർആൻ, അല്ലെ? ഖുർആന്റെ ഹിദായത്ത് കിട്ടണമെങ്കിൽ നമുക്ക് തഖ്വ വേണം. അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് ഇൻഫർമേഷൻ മാത്രമേ കിട്ടുള്ളൂ. എവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഒരുപക്ഷെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ ഹിദായത്ത് കിട്ടണമെങ്കിൽ നമുക്ക് തഖ്വ വേണം.
ഇനി വേറൊരു വിഭാഗം ആൾക്കാരുണ്ട്, ഞാൻ എല്ലാ സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്, എല്ലാ ദിക്കറും അല്ലെ, എല്ലാ നോമ്പും ഒരൊറ്റ സുന്നത്ത് നോമ്പ് ഒഴിവാക്കില്ല, ഞാൻ കറക്റ്റായിട്ട് ഡ്രസ്സപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാ ഭാഗവും മൂടിയിട്ടില്ലേ, കണ്ണടക്കം മൂടിയിട്ട് നടക്കുന്നുണ്ട്, അപ്പം ഞാനൊരു സംഭവമാണ് അല്ലെ. പക്ഷെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ആൾക്കാരോട് ഞാനൊന്ന് ചൂടാവേ ഒരു ഒച്ചയിടൊക്കെ ചെയ്യും, ലേശം ഒന്ന് കുറ്റവും പരദൂഷണമൊക്കെ പറയാം, അതൊക്കെ മനുഷ്യ സഹജല്ലേ അല്ലേ, അതൊന്നും ഒരു വലിയ പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെ വിചാരിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവര് മറ്റുള്ളവരെ കുറിച്ച്, നീ ഒരൊറ്റ നിസ്കാരം എൻ്റെ അത് മര്യാദയ്ക്ക് ചെയ്യണ്ട കേട്ടോ, ഒരു സുന്നത്ത് നോമ്പും എടുക്കണ്ട, ഒരു ദുആയും മര്യാദയ്ക്ക് ചെയ്യണ്ട, സ്വഭാവം നന്നാക്കിയാൽ മാത്രം മതി, അതാണ് എൻ്റെ ദീൻ അല്ലേ. നമുക്ക് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ യാതൊരു വകുപ്പില്ല. നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഹൈ ആയിട്ട് ചിന്തിക്കുന്ന, ബാക്കിയുള്ളവരെ കുറിച്ച് ലോ ആയിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മുനാഫിക്കിന്റെ വിത്താണ്. തിരുത്താനുണ്ട്, എന്നിൽ കുറെ തിരുത്താനുണ്ട്, അതേ ഉള്ളൂ നമുക്ക് മരണം വരെ. ആ തിരുത്തലിന്റെ കൂടെ നമ്മൾ മറ്റുള്ളവരെ സഹായിച്ചിട്ട് മുന്നോട്ട് പോവാ, അല്ലാതെ ജഡ്ജ് ചെയ്തിട്ട് മറ്റുള്ളവർ തെറ്റാണ് ഞാൻ ശരിയാണെന്നുള്ള മോഡലിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മളെ തിരുത്താൻ പറ്റില്ല. നമ്മൾ അറിയാതെ, നമ്മൾ പോലും അറിയാതെ മുനാഫിക്കിന്റെ കൂട്ടത്തിൽ ചെന്ന് പെടും. പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് 6ാമത്തെ പോയിന്റ്, അവരുടെ ഫസാദ് അല്ലെ. വഇദാ ഖീല ലഹും ലാ തുഫ്സിദു ഫിൽ അർദി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കല്ലേ എന്ന് പറയുമ്പോൾ അവര് പറയും ഞങ്ങള് മുസ്ലിങ്ങളാണ്. എന്നിട്ട് അള്ളാഹു എന്താ പറയുന്നത്, അലാ ഇന്നഹും ഹുമുസ് സുഫഹാഉ അലാ ഇന്നഹും ഹുമുൽ മുഫ്സിദൂന വലാകിൻ ലാ യശ്ഉറൂൻ. അവര് ഫസാദ് ചെയ്യുന്നവര് തന്നെയാണ്, അവര് മുഫ്സിദീങ്ങൾ തന്നെയാണ്, പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല എന്നല്ലേ. അപ്പം അവരെന്താ വിചാരിക്കുന്നത്, ഞങ്ങൾ ഫസാദ് ചെയ്താലും ഞങ്ങൾ ചെയ്യുന്നതൊക്കെ കറക്റ്റ് ആണ്. എന്തൊക്കെയാണ് ഭൂമിയിലെ ഫസാദുകൾ? നമ്മൾ ക്ലാസിന്റെ സമയത്ത് കുറെ എക്സാമ്പിൾസ് ഓടിച്ചു വിട്ട് നോക്കാം അല്ലെ. മേ ബി ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വരുത്തല്, നല്ല സ്നേഹത്തോടു കൂടി നിൽക്കുന്ന ഒരു കുടുംബം, അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ്, അല്ലെങ്കിൽ സുഹൃത്തുക്കള് അല്ലെ, അവരുടെ ഇടയിൽ ചെറുതായിട്ട് ഒരു നീരിറ്റിച്ചു കൊടുത്തിട്ട് ഒരു ചെറിയൊരു വിള്ളൽ ഉണ്ടാക്കല്, അതൊക്കെ എന്താ നാച്ചുറലി നടക്കുന്നത്. അപ്പൊ നമ്മൾ അത് വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് പറയുന്നത് പോലും ആവില്ല അല്ലെ. ഓൾ അങ്ങനെ പറഞ്ഞാണ്, ഞാൻ ജസ്റ്റ് ഇങ്ങക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ, എന്തായി അവിടെ ഒരു 4 ഓൾ എന്നെ കൊണ്ട് അത് പറഞ്ഞല്ലോ അല്ലെ, ഒരു ചെറിയ ഇളക്കമായി. ഇതൊക്കെ ഫസാദിൽ പെടുന്നതാണ്. ഇതാണ് ഗീബനെ കുറിച്ചും ബുഹ്താനെ കുറിച്ചും ഒന്നും പ്രത്യേകം പറയേണ്ട കാര്യമില്ല. നമ്മൾ നാവ് അല്ലെ, ഹൃദയവും നാവും ഒക്കെ ക്ലാസ്സുകളിൽ വിശദമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്താണ് പറയാൻ പാടുള്ളത്, എന്താണ് പറയാൻ പാടില്ലാത്തത് എന്നൊക്കെ. അപ്പം ഇതൊക്കെ എന്താണ് ഫസാദിൽ പെടുന്നതാണ്. നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ മാതിരി എന്നെ കുറിച്ച് ഓൾ അങ്ങനെ പറഞ്ഞിക്കണം, നീ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്, ഞാൻ നിന്നെ സഹായിക്കാണെന്ന് പറയല് പോലും എന്താണ് ഫസാദിൽ പെടുന്നതാണ്, അനുവദനീയമായിട്ടുള്ളതല്ല. സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും അത് അനുവദനീയമായിട്ടുള്ളതല്ല. അപ്പം അത് ഒരു ഫസാദിൽ പെട്ടതാണ്. ചിലപ്പം വേറൊരാളെ കുറിച്ച് നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നല്ല ഇംപ്രഷൻ ഉള്ള ഒരാളെ കുറിച്ചായിരിക്കും വന്ന് പറയുന്നത്, ഓൾ ഇങ്ങനെ പറഞ്ഞത്, അവിടെ ഒരു വിള്ളലായി അല്ലേ. അപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ നാവിനെ ശരിക്കും മൈൻഡ് ചെയ്യുക, പറയാൻ പാടുള്ളതാണോ ഇത്, എന്താണ് ഫസാദ് ഫിൽ അർദിൽ പെടുന്നതാണോ, അങ്ങനെയാണെങ്കിൽ ഞാൻ മുനാഫിക്കിന്റെ ഒരു ലക്ഷണത്തിനാണ് വളർത്തിക്കൊണ്ടുവരുന്നത്. ചിന്തിച്ചിട്ട് തന്നെ പറയാം, നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും, കാരണം നമ്മൾ പെട്ടുപോണ സാഹചര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ വാക്കുകൾ വളച്ചൊടിക്കുക, ഏതെങ്കിലും ഒരാൾ ഒരു സാഹചര്യത്തിൽ പറഞ്ഞ ഒരു കാര്യമായിരിക്കും, അത് ചിലപ്പം അങ്ങനെ തന്നെ പെറുക്കിയിട്ട് വേറൊരു സിറ്റുവേഷനിൽ ഒരു തരത്തിലും അയാളെ ന്യായീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അത് എടുത്ത് പറയാം. അതൊക്കെ സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും നമ്മൾ അങ്ങനെ പറയുന്നുണ്ടോ, ഓൾ അന്ന് അങ്ങനെ പറഞ്ഞു, പക്ഷെ അത് പറയേണ്ട സാഹചര്യത്തിൽ അത് പറയേണ്ട കാര്യമായിരിക്കും, പക്ഷെ നമ്മൾ വേറെ സിറ്റുവേഷനിൽ എടുത്ത് പറയുമ്പോൾ അതൊരു തെറ്റായിട്ടുള്ള സിദ്ധായിട്ട് മാറും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫസാദിൽ പെടുന്നതാണ്, മനുഷ്യന്മാരുടെ ഇടയിലുള്ള ബന്ധങ്ങളെ തകർക്കുന്ന രീതിയിൽ. പിന്നെ നമ്മൾ വേറെ ഫിസിക്കൽ ഫസാദുകളെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ, മലിനീകരണം, വേസ്റ്റ് പുറത്തേക്ക് കളയല് അല്ലെ, നമ്മളുടെ ചുറ്റുപാടുമുള്ള നമ്മള് എൻവയൺമെന്റ് സംരക്ഷിക്കലും നമ്മളുടെ ദീനിൽ പെട്ടതാണ്. നമ്മളുടെ വഴിയിൽ എന്തെങ്കിലും ഒരു തടസ്സം, ഒരു മുടക്കോ കണ്ടാൽ അതിനെ എടുത്ത് മാറ്റി വെക്കല്, ഒരു വേസ്റ്റ് കണ്ടാൽ അതെടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടല്, ഇതൊക്കെ നമ്മളുടെ ദീനിൽ പെട്ടതാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ ഫസാദ് ഫിൽ അർദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ വേറെ ഒരു വലിയ കാര്യം, നമ്മളൊക്കെ കടന്നു പോകുന്ന വലിയൊരു പ്രശ്നമാണ് വേസ്റ്റേജ്. പലതും വേസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ. ഫുഡിന്റെ കാര്യം ഒരുപാടുണ്ട് പറയാൻ. ഫുഡ്, വസ്ത്രം, പൈസ, വെള്ളം, ഇലക്ട്രിസിറ്റി, സമയം ഒക്കെ, അതൊക്കെ ഫസാദിൽ പെട്ടതാണ്.
ഓക്കെ, നമ്മൾ ചിലപ്പോൾ നമ്മളെ മക്കളോട് തന്നെ അവരെന്തെങ്കിലും ഒരു കാര്യം വേണം വാങ്ങി തരണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും അള്ളാഹു ചോദ്യം ചെയ്യും, നമ്മൾ ആവശ്യമുള്ളത് മാത്രമേ വാങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ. പക്ഷെ നമ്മളെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കൂട്ടിയത് ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലെ. പാത്രങ്ങളെ കാര്യം പറയണ്ട, ഡ്രസ്സിന്റെ കാര്യം പറയണ്ട, സ്റ്റേഷനറി, ഇനി എന്തെങ്കിലും എന്ത് സാധനങ്ങളും ആവട്ടെ, ഇനി ക്ലീനിങ് എക്യുപ്മെന്റ്സ് ആയിക്കോട്ടെ, എന്ത് കുന്താണെങ്കിലും ആയിക്കോട്ടെ അല്ലേ, നമ്മള് പിന്നെ ഉപയോഗിക്കും എന്ന് വെച്ചിട്ട് എണ്ണം കൂട്ടി 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 ഓരോ സൈഡിൽ അല്ലെങ്കിൽ ഓരോ മൂലയ്ക്ക് അല്ലെങ്കിൽ സ്റ്റോർ റൂമിനകത്ത് കബോർഡിനകത്ത്, ചില വീട്ടിൽ 2-3 മിക്സികളൊക്കെ ഉണ്ട് അല്ലെ. അത് നമുക്ക് ഉപയോഗം വരും അല്ലെ. അങ്ങനെ നമ്മൾ കൂട്ടി കൂട്ടി വെക്കുന്ന കാര്യങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. നമുക്ക് ഇങ്ങനെ കളക്ട് ചെയ്യാൻ ഇഷ്ടമാണ്. എവിടെയെങ്കിലും ഓഫർ പ്രൈസ് കുറവെന്ന് കണ്ടാൽ ഓടിച്ചെന്നില്ലേ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി, ചിലപ്പോൾ 2-3-4 വീട്ടിലുണ്ടാവും, പക്ഷെ വില കുറഞ്ഞ് കിട്ടുമല്ലേ, ചീപ്പല്ലേ, വാങ്ങി വെച്ചേക്കാം അല്ലെ. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ഉണ്ട്. അത് കൂട്ടി വെക്കുക, അങ്ങനെ തന്നെ അല്ലെ, ഹോൾഡ് ചെയ്യുക. അത് ഫസാദ് ഫിൽ അർദിൽ പെട്ടതാണ്. നമുക്കറിയാം ഭൂമിയിൽ ഇതൊന്നും ഒന്നുപോലും കിട്ടാൻ അവസരമില്ലാത്ത ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളാണെങ്കിലോ ഇഷ്ടംപോലെ പൈസ ഉണ്ട്, അല്ലെങ്കിൽ ചീപ്പായിട്ട് ഓഫറിൽ കിട്ടിയാണ് അതുകൊണ്ട് ഞാൻ വാങ്ങി വെച്ചതാണ്, അത് കുഴപ്പമില്ല. വേസ്റ്റേജ് ആണ്, ഫസാദാണ്. പ്രത്യേകിച്ച് നമ്മൾ ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ അല്ലേ, നമുക്ക് നമ്മളെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര, പ്രത്യേകിച്ച് നമ്മളെ പെണ്ണുങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഷോപ്പ് ചെയ്തല്ലേ, പൈസ ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. വീട്ടില് ചെല്ലുമ്പോ ഇഷ്ടം പോലെ സാധനം, അപ്പം കുറെ നമ്മൾ പഴയത് വാങ്ങിയതുണ്ടാവും, അതവിടെ സൈഡ് ആക്കി വെക്കും, ചിലപ്പം കളയും അല്ലേ. അപ്പം വേസ്റ്റേജ് ഷോപ്പിങ്ങിന് പോകുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കുക നമ്മള്, ഞാനും നിങ്ങളും. ഓക്കെ, ഇതൊക്കെ ഫസാദ് ഫിൽ അതിൽ പെട്ടതാണ്. ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ വിശപ്പടക്കാനുള്ള ഒരു ഐറ്റമേ അല്ല നമുക്ക് ഇന്നലെ. ഭക്ഷണം എന്റർടൈൻമെന്റ് ആണ്, ബോറടിക്കുമ്പോൾ ചെയ്യാനുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളെ കണ്ണിന് കുളിർമക്ക് വേണ്ടിയില്ലേ ഒരു ടേബിള് നിറയെ, വീട്ടില് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ പറയണ്ട, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല, ഞാൻ എന്നെയും ഉൾപ്പെടുത്തി പറയാണ്. അപ്പം എല്ലാം വേസ്റ്റേജ് ആണ്, ഫസാദാണ്, ഫസാദ് ഫിൽ അർദാണ്. നമുക്ക് ഭക്ഷണത്തിന്റെ കാര്യത്തിനൊക്കെ വേറെ തന്നെ ആയത്തുകൾ വരുന്നുണ്ട്, അപ്പൊ നമുക്ക് വിശദമായിട്ട് കാണാം. കാരണം ഇത് നമ്മളൊന്നും 1 പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞാൽ നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. നമ്മളൊക്കെ പെട്ടിരിക്കുന്ന ഫസാദുകളാണ് ഇതൊക്കെ. ഇതൊക്കെ മുനാഫിക്കുകളുടെ സ്വഭാവത്തിന്റെ സാദൃശ്യമാണ്. ഇതിനെ വളരാൻ അനുവദിച്ചാൽ നമ്മൾ പോലും അനുവദിക്കാതെ ആ മുനാഫിക്ക് ബക്കറ്റിൽ നമ്മൾ ചെന്ന് വീഴും. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം വാങ്ങണ്ട, നമുക്ക് ആവശ്യമുള്ളത് വാങ്ങുക, ആവശ്യമുള്ള രീതിയിൽ ഉപയോഗിക്കാൻ പഠിക്കുക. നമുക്കിങ്ങനെ അത് നമുക്കൊരു ശീലമായി മാറിയിട്ടുണ്ട് അല്ലെ. പാത്രങ്ങളൊക്കെ എത്ര വാങ്ങിയാലും, നോൺ സ്റ്റിക്ക് ഒക്കെ 5-10 ഉണ്ടെങ്കിലും 11ാമത്തത് ഒരു ഓഫറിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി വെക്കൽ ഒരു ഹരാണ്. അലമാരിന്റെ ഉള്ളിൽ വെച്ചാലും മതി, ഉപയോഗിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല അല്ലെ. അതിങ്ങനെ കളക്ട് ചെയ്ത് വെക്കല്, ഇത് ചെറിയൊരു അഹങ്കാരത്തിന്റെ ഭാഗം കൂടെയാണ് വേസ്റ്റ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്തെന്നെ ആണെങ്കിലും അത് ഈ പാത്രങ്ങൾ എന്നല്ല, ഇനി ഇലക്ട്രിസിറ്റി, ഞാൻ എന്നോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്, ഞാൻ വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു കാര്യം. ഇലക്ട്രിസിറ്റി പോലും നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് കൊടുക്കാനുള്ള പൈസ തന്നെന്നുള്ളതിനെ കൊണ്ട് അത് നശിപ്പിക്കണം, കളയണം എന്ന് പറഞ്ഞിട്ടില്ല. വെള്ളം എന്തും ഏതും വേസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫസാദിൽ പെട്ടതാണ്. നമ്മൾ എത്ര ധനികരായിക്കോട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റുള്ളവർക്ക് കൊടുക്കാത്തത് പലതും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ അക്കൗണ്ടബിൾ ആണ്, ചോദ്യം ചെയ്യപ്പെടും. നമുക്ക് ആവശ്യമുള്ളത് നമുക്കറിയാം. അള്ളാഹു നമ്മളുടെ പ്രയോജനത്തിന് വേണ്ടിയിട്ടാണ് ഭൂമിയിൽ എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്, നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, ഉപയോഗിക്കാതെ വേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ നമ്മൾ അറിയാം നമുക്ക് എന്താണ് ഉപയോഗത്തിനുള്ളത്, എന്തൊക്കെയാണ് നമ്മളുടെ വേസ്റ്റുകൾ എന്ന്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ വീട്ടില് നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഉപയോഗിക്കാവുന്നത്, മേ ബി ഫ്യൂച്ചറിൽ ഉപയോഗിക്കുന്നത്, പക്ഷെ എന്തൊക്കെയാണ് വേസ്റ്റുകൾ, എന്തൊക്കെയാണ് എക്സ്ട്രാ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ടല്ലേ, നിങ്ങൾ ഒരു ഒഴുകുന്ന ഒരു പുഴയിൽ വുളു എടുക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതേ എടുക്കുള്ളൂ. എക്സ്ട്രാ ഉപയോഗിക്കുന്നത് വേസ്റ്റിംഗ് ആണ്, അത് ഭൂമിയെ നശിപ്പിക്കലാണ്. എനിക്കും നിങ്ങൾക്കുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ തിങ്ക് ചെയ്യുക, കറക്റ്റ് ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും കറക്റ്റ് ചെയ്യുക. ഇതൊക്കെ ഒരു മുസ്ലിം ആകുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ അനുസരിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മളെ കൊണ്ട് പറ്റുന്നതിന്റെ പരമാവധി നമുക്ക് ശ്രമിക്കാം. കാരണം നമ്മളിത് ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞാൽ സ്ലോ ആയിട്ട് നമ്മൾ ഇതിങ്ങനെ കൂടി 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 ഇല്ലേ. നമ്മള് പണ്ടൊക്കെ ഭക്ഷണം ഹൈഫൈ ആവാൻ തുടങ്ങിയോ അന്ന് നമ്മൾ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഇന്നിപ്പോ അതിന്റെയൊക്കെ പീക്കിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത് അല്ലെ.
ഓരോ ചടങ്ങുകൾ വീട്ടിൽ നടക്കുന്ന ഓരോ കുഞ്ഞു ഫംഗ്ഷന് നമ്മൾ അതിന്റെയൊക്കെ പീക്കിൽ, കാരണം ഇങ്ങനത്തെ എന്തൊരു കാര്യവും മുനാഫിക്കുകളുടെ അല്ലെങ്കിൽ കാഫറിന്റെ എന്തൊരു ലക്ഷണവും നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടാല് ഫീ ഖുലൂബിഹിം മറദും ഫസാദഹും അല്ലാഹു മറദ, അള്ളാഹു ആ രോഗം അധികരിപ്പിക്കും. അപ്പൊ നമ്മളുടെ മനസ്സിലുള്ള രോഗങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ചികിത്സിക്കുക തന്നെ വേണം. ക്യാൻസർ ചികിത്സിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അത് ശരീരം മുഴുവനും പരക്കും അല്ലെ. അതുപോലെ നമ്മളുടെ ഉള്ളിലുള്ള ഇതുപോലത്തെ ഓരോ രോഗങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചികിത്സിക്കുക തന്നെ വേണം. ഞാനും നിങ്ങൾ ഇത് സീരിയസ് ആക്കി എടുത്തേ മതിയാവും. കേട്ടുവിടാനുള്ളതേ അല്ല ഇതൊന്നും. ഓക്കെ, നമുക്ക് തുടങ്ങാം. നമുക്ക് എല്ലാവർക്കും മനസ്സിൽ നീയത്ത് വെക്കാം. നമ്മളെ വീട് അല്ലെ, നമ്മളെപ്പോഴും ക്ലീൻ ചെയ്യുന്നവരാണ്. കബോർഡൊക്കെ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തേക്ക് ഇട്ട് അട്ടിയായിട്ട് തിരിച്ചകത്തേക്ക് വെക്കുന്നവരാണ്. ഇനി അങ്ങനെ ഓരോ പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോഴും ഒരു അറ്റത്തു നിന്ന് തുടങ്ങാം. എന്നിട്ട് നമ്മൾ വേർതിരിക്കുക എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഉറപ്പായിട്ടും ഭാവിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നത്, എന്തൊക്കെയാണ് എക്സസ്. അത് എന്ത് കാര്യമാണെങ്കിലും, അത് ഡ്രസ്സ് വെക്കുന്ന കബോർഡ് ആണെങ്കിലും കിച്ചൺ കബോർഡ് ആണെങ്കിലും ഇനി വേറെ എന്ത് കബോർഡ് ആണെങ്കിലും അത് എടുത്തിട്ട് നമ്മൾ ശരിക്കും ബോധത്തോടു കൂടി എന്തൊക്കെയാണ് ഉപയോഗത്തിലുള്ളത്, എന്തൊക്കെയാണ് എക്സസ്, എന്തൊക്കെയാണ് ഉറപ്പായിട്ടും ഭാവിയിൽ എനിക്ക് ഉപയോഗം ഉണ്ടാവുക, അപ്പൊ എനിക്ക് വാങ്ങാൻ പറ്റാത്ത സാധനം മാറ്റുക, എക്സസ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി. ഇപ്പൊ അൽഹംദുലില്ലാ നമ്മൾ ബ്ലെസ്ഡ് ആണല്ലേ. ഈ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മളെ ഉമ്മച്ചിനെ പോലെ ഹസീന, ഉമ്മ, ബാനു, എല്ലാവരും അവർക്കൊക്കെ ഒരുപാട് എന്താ പറയാ വലിയ ചാരിറ്റി, എന്താ പറയാ അള്ളാഹു അതുകൊണ്ട് അനുഗ്രഹിച്ച ആൾക്കാരാണ് അവരൊക്കെ. മാഷാ അല്ലാ, വേണ്ടപ്പെട്ട ആൾക്കാരെ കണ്ടുപിടിച്ച് അവരിലേക്ക് എത്തിക്കാനുള്ള കഴിവുള്ള ആൾക്കാർ ഇന്ന് നമ്മളുടെ ഇടയിലുണ്ട് അല്ലെ. നമ്മളൊന്ന് ചിന്തിച്ച് കണ്ണ് തുറന്ന് തുടങ്ങിയാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഓരോ ജില്ലയിൽ പോലും നമുക്കൊരു ഹബ്ബ് ഉണ്ടാക്കാം, ഇതുപോലെ കളക്ട് ചെയ്യാൻ സാധനങ്ങൾ. അത് ഇന്നതെന്ന് പൈസ മാത്രം ആയിക്കൊള്ളണമെന്നില്ല, ഡ്രസ്സുകളാവാം, പാത്രങ്ങളാവാം ഒക്കെ അല്ലെ. ഒരാളോ രണ്ടാളോ ഓരോ ജില്ലയിലും, ഇപ്പൊ കണ്ണൂരിൽ ഒരു ഏരിയയിൽ ഒരാൾ, കോഴിക്കോട് ഒരു ഏരിയയിൽ ഒരാളായിട്ട് നിന്നിട്ട് അവർ ഈ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് കോർഡിനേറ്റ് ചെയ്ത് വേണ്ടവരിലേക്ക്, കാരണം പുതിയ വീടൊക്കെ താമസം മാറിയിട്ട് പാത്രങ്ങൾ ഇല്ലാത്തവര്, മിക്സി ഇല്ലാത്തവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിലേക്ക് എത്തിക്കാൻ പറ്റിയ കഴിവുള്ള ആൾക്കാരുണ്ട് അല്ലെ, കൊടുക്കാൻ പറ്റിയ കഴിവുള്ള ആൾക്കാരുണ്ട്, ഇത് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റിയ കഴിവുള്ള ആൾക്കാരുണ്ട്, ഇതിനൊരു സ്പേസ്, ഇതൊക്കെ എന്താണ് സേവ് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് കൊടുക്കാൻ പറ്റിയ ആൾക്കാരുണ്ട്. നമ്മൾ ചേർന്ന് നിന്ന നമുക്ക് അല്ലെ നമ്മളിൽ നിന്നുള്ള ആ ഒരു ഫസാദ് മാറിക്കിട്ടും, ഒരുപാട് ആളുകളിലേക്ക് പ്രയോജനങ്ങളിലേക്ക് എത്തിച്ചേരും. സുബ്ഹാനല്ലാഹ്. ഇവിടെ ചെന്നൈയില് തുളി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ വലിയ വലിയ അപ്പാർട്ട്മെന്റുകളിൽ നിന്നൊക്കെ ഡ്രസ്സ് കളക്ട് ചെയ്യും. നല്ല ഡ്രസ്സ് കേട്ടോ, അങ്ങനെ മോശമൊന്നുമല്ല. അവരത് കളക്ട് ചെയ്തിട്ട് അവർക്ക് തന്നെ ഒരു ലോണ്ടറി ഒക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ട്. എന്നിട്ട് അത് ഫുൾ ക്ലീൻ ഒക്കെ ചെയ്ത് ക്വാളിറ്റി ചെക്ക് ഒക്കെ ചെയ്തിട്ട് പുതിയ ഷോറൂം ഉണ്ടാവില്ലേ, അത് അവിടുത്തെ പോലെ ഇങ്ങനെ ഹാങ്ങറിൽ തൂക്കിയിടും. എന്നിട്ട് പാവങ്ങൾക്ക് അവിടെ വന്നിട്ട് അവർക്കൊരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ്. നമ്മളെ പോലെ അല്ലേ പൈസ കൊണ്ടുപോയി വലിയ വലിയ മാളിലൊന്നും പോയി വാങ്ങാൻ ഒരു പക്ഷെ കഴിവില്ലാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വന്ന് നമ്മളൊക്കെ സെലക്ട് ചെയ്യുന്ന പോലെ ഷോപ്പിൽ വന്ന് ഇങ്ങനെ ഓക്കെ ഹാങ്ങറിലൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് നോക്കി ഇട്ടിട്ട് അതുപോലെ ഒരു സെറ്റപ്പ്. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ നാട്ടിലൊക്കെ അങ്ങനെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോ ഒരു മാള് മുഴുവനും ഡ്രസ്സ് ഇടാനുണ്ടാവും അല്ലെ. അപ്പം നമ്മൾ ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ പ്രീതിക്ക് വേണ്ടി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതേസമയം നമ്മളിൽ നിന്നുള്ള ഫസാദ് നമുക്ക് കളയാനും പറ്റും അല്ലെ. അപ്പം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതുപയോഗിച്ച് ജീവിക്കാൻ വേണ്ടി നമുക്ക് പഠിക്കാം മെല്ലെ മെല്ലെ. നമുക്ക് ആവശ്യമില്ലാത്തത് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫസാദുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമ്മൾ കടന്നു പോകുന്ന ഫസാദുകൾ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ എല്ലാവരെയും തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം ഓരോ ആയത്തുകൾ, ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളെ കുറിച്ചുള്ള ആയത്തുകൾ വരും. അപ്പൊ നമുക്കത് വിശദമായിട്ട് കാണാം. ഇപ്പൊ തൽക്കാലം ഇത്രയും പറഞ്ഞാൽ മതി. നമുക്ക് അള്ളാഹുവിനോട് സഹായത്തിന് തേടാം. അള്ളാഹുവിന്റെ കൽപ്പന അനുസരിക്കാൻ അള്ളാഹുവിന്റെ സഹായം വേണം അല്ലെ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അള്ളാഹുവിന്റെ സഹായത്തോട് കൂടി മാത്രമേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നീയത്ത് വെക്കുക. ഇതിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ എന്തൊക്കെ എനിക്ക് തിരുത്താനുണ്ടോ ഞാൻ അതിനു വേണ്ടി ശ്രമിക്കും. റബ്ബിനോട് ദുആ ചെയ്യുക, അതിനുവേണ്ടി സ്റ്റെപ്പുകൾ എടുക്കുക. അള്ളാഹു അത് എളുപ്പാക്കി തരും. ഇതൊന്നും ഇനി മാറ്റാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിക്കേ വേണ്ട. ഇതിപ്പോ റബ്ബ് ഇന്ന് നമ്മളോട് ഇത് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റണം എന്ന് റബ്ബിന് എന്താണ് നമ്മൾ സഹായിക്കണം എന്നുള്ള ഇതുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ പോയിന്റ്സ് എടുക്കുക, റബ്ബിനോട് ദുആ ചെയ്യുക, നമ്മൾ അതിനു വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ എടുക്കുക. ബാക്കി അള്ളാഹു എളുപ്പാക്കി തരും. അള്ളാഹുവിന്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മുനാഫിക്കുകള് വിഡ്ഢികളാണ് അല്ലെ, വിവരമില്ലാത്തവരാണ്. അവർക്ക് അവരെ കുറിച്ച് തന്നെ അറിവില്ല. ലാ യഅലമൂൻ ലാ യശ്ഉറൂൻ എന്ന് 2-3 ആയത്തുകളിൽ നമ്മൾ കണ്ടു അല്ലെ. ദീനിനെ കുറിച്ച് അറിയില്ല, അവർക്ക് അവരെ കുറിച്ച് തന്നെ അറിയില്ല. കാരണം അവർ വിചാരിക്കുന്ന അവർ മുസ്ലിഹീങ്ങളാണെന്ന്, പക്ഷെ അള്ളാഹു പറയുന്ന അവര് മുഫ്സിദീങ്ങളാണെന്ന്. അപ്പം അവർക്ക് വിവരമില്ലാത്ത ആളുകളാണ്, അവർക്ക് തിരുത്താൻ പറ്റൂല. അള്ളാഹു സുബ്ഹാനഹു തആല ഇപ്പൊ നമ്മളിലേക്ക് ഈ അറിവ് എത്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് ഈ തെറ്റുകൾ ഉണ്ടെന്ന് നമ്മളെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ.
അൽഹംദുലില്ലാ അല്ലെ. അപ്പൊ നമുക്ക് ചെറിയ ചെറിയ മുനാഫിക്കിന്റെ സ്വഭാവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം, ഈ ഒരു ബക്കറ്റിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാം. അടുത്തത് മുനാഫിക്കുകള് നിഷേധികളാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കമാൻഡ്സിലെ ഈ പറഞ്ഞതൊക്കെ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ നിഷേധിക്കാനുള്ള ധൈര്യം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ മുനാഫിക്കുകൾ എന്ന് പറയുന്നത് നിഷേധികളാണ്. നമ്മൾ കേട്ട് കഴിഞ്ഞാലും അറിഞ്ഞാലും ഇതൊന്നും ഇപ്പൊ നടക്കാൻ പോണില്ല, അള്ളാഹ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതൊന്നും നടക്കാൻ പോണെന്നില്ല എന്നുള്ള ചിന്തയാണ് നമ്മളെ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് കേട്ടാലും അതൊന്നും പറ്റൂല, നമുക്ക് കുറച്ച് പഠിച്ചില്ലേ, കുറച്ച് മാർക്കൊക്കെ വാങ്ങി ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാം, തഫ്സീർ മുഴുവൻ പഠിച്ചിട്ട് ഏത് ടെസ്റ്റ് എഴുതിയാലും മാർക്കൊക്കെ കിട്ടാം, അതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ അല്ലെ. ഇത് തിരുത്താന്നൊന്നും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല. നിഷേധികളുടെ ലക്ഷണമാണ് അതൊക്കെ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അത് തിരുത്താനുള്ളതാണ്. നമ്മളെ കൊണ്ട് പെട്ടെന്ന് പറ്റിയിട്ടില്ലെങ്കിൽ റബ്ബിനോട് ചോദിക്കുക, റബ്ബെ നീ സഹായിക്കുക, നീ വഴി കാണിച്ചുക, നമ്മളെ കൊണ്ട് പറ്റുന്ന സ്റ്റെപ്പുകൾ എടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എൽമ തേടുക. റബ്ബിനോട് ചോദിച്ചാൽ തന്നെ റബ്ബ് അതിനുള്ള എൽമ എത്തിച്ചു തരും, സാഹചര്യങ്ങൾ എത്തിച്ചു തരും, പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ആൾക്കാരെ എത്തിച്ചു തരും, നമ്മളെ ജീവിതത്തിൽ എളുപ്പവും തരും. നമ്മളെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രമേ വരേണ്ടതുള്ളൂ, എനിക്കിത് തിരുത്തണം, ഞാൻ ഈ തെറ്റ് ചെയ്യുന്നുണ്ട്. അടുത്തത് ദുആ അല്ലെ. പക്ഷെ ഒരു കാര്യം തിരുത്താൻ കേൾക്കുമ്പോ തന്നെ ഇതൊന്നും നടക്കാൻ പോണില്ല എന്നുള്ള ചിന്തയാണെങ്കിൽ അള്ളാഹു എന്ത് ചെയ്യും, ഫീ ഖുലൂബിഹിം മറദും ഫസാദഹുമുല്ലാഹു മറദ, ആ രോഗം അള്ളാഹ് അങ്ങനെ വർദ്ധിപ്പിച്ചു തരും നമ്മൾ പോലും അറിയാതെ. അങ്ങനെ അവരോട് അല്ലെ, ഈ പറഞ്ഞ പോലെ നിഷേധികളോട് ആരെങ്കിലും ഇത് ചെയ്യരുത് അല്ലെങ്കിൽ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അറിയില്ല, നിങ്ങൾ വിഡ്ഢികളാണോ അല്ലെ, ഞാൻ എന്താ നിങ്ങളെ പോലെ പൊട്ടനാണെന്നാണ് വിചാരിക്കുന്നത്, എന്നെ കൊണ്ട് ഇതൊന്നും പറ്റൂല അല്ലെ, ഞാൻ നിൽക്കുന്ന സമൂഹത്തിൽ ഇതൊന്നും നടക്കൂല. അതൊക്കെയാണ് മറുപടി. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന ഏത് സമൂഹത്തിനും ഏത് കാലത്തിനും ഫിറ്റ് ചെയ്യുന്ന പോലെയുള്ള മെസ്സേജാണ് അള്ളാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഴി നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. നമ്മൾ മുമ്പ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അതല്ലേ. ഖുർആൻ എന്ന് പറയുന്നത്, നമ്മളുടെ ശരീഅത്ത് എന്ന് പറയുന്നത് ഏത് സമൂഹത്തിനും ഏത് കാലഘട്ടത്തിലും നിലനിൽക്കുന്ന സുബ്ഹാനല്ലാഹ് നിയമങ്ങളാണ്. അതുകൊണ്ട് എവിടെയെങ്കിലും നമ്മൾ ഫിറ്റ് ആവില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ഹൃദയത്തിനുള്ള ഉള്ളിലുള്ള രോഗമാണ്. അള്ളാഹു ആ രോഗം വർദ്ധിപ്പിക്കും. ഫിറ്റാവും, അള്ളാഹു സുബ്ഹാനഹു തആല തന്ന കൽപ്പനയാണ്, എനിക്ക് അനുസരിക്കാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് റബ്ബിനോട് സഹായം തേടി നിയത്ത് വെച്ച് നമ്മൾ സ്റ്റെപ്പുകൾ എടുത്തോ, അള്ളാഹു എത്ര പ്രയാസമുള്ള കാര്യവും അള്ളാഹു എളുപ്പാക്കി തരും. അള്ളാഹു എളുപ്പാക്കി തരുക തന്നെ ചെയ്യും. അപ്പം നമ്മളുടെ ഉള്ളിൽ ആ ഒരു നിഷേധത്തിന്റെ വിത്ത് ഇല്ലാതിരിക്കുക, അത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അടുത്തത് സെൽഫിഷ് ആണ് അല്ലെ. അഡ്വാൻറ്റേജ്, എല്ലാത്തിലും അവർക്ക് പ്രയോജനം കിട്ടണം, ഏത് ആൾക്കാരിൽ നിന്നും അവർക്ക് പ്രയോജനം കിട്ടണം, അതിനുവേണ്ടി അവരെങ്ങനെയും വളഞ്ഞും ഒടിഞ്ഞും ഒക്കെ നിൽക്കും അല്ലെ. നമുക്ക് പ്രയോജനം അള്ളാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് മാത്രം മതി. പിന്നെ അടുത്തത് അവര് ചതിനെ കുറിച്ച് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞു അല്ലെ. കളവ് പറയുന്നതിനെ കുറിച്ചും ഒരു സ്ഥലത്ത് ഒന്ന് വേറൊരു സ്ഥലത്ത് വേറൊന്ന് പറയുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. പല പ്രോമിസുകൾ കൊടുത്ത് അത് പാലിക്കാതിരിക്കുക, ട്രസ്റ്റ് ചെയ്തൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ സൂക്ഷിക്കാതിരിക്കുക, കച്ചവടത്തിലും ഒക്കെ കളവും ചതിയും ചെയ്യുക, ഈവൻ ഗവൺമെന്റിനെ പോലും ചീറ്റ് ചെയ്യുക. കാരണം പല നിയമങ്ങളും ഉണ്ടാവും അല്ലെ, ചിലപ്പം പല ആനുകൂല്യങ്ങളും ഉണ്ടാവും, അതിന് കണ്ടീഷൻസ് ഉണ്ടാവും, ഇന്ന ആൾക്കാർക്കേ അതുള്ളൂ. അപ്പൊ നമ്മൾ എല്ലാം ആ പേപ്പറൊക്കെ ഒന്ന് തിരുത്തി ആ ആനുകൂല്യം നേടുക, ഇതൊക്കെ മുനാഫിക്കുകളിൽ പെട്ടതാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കും നമ്മളുടെ ദീൻ എന്ന് പറഞ്ഞാൽ കുറച്ച് നിസ്കരിക്കുക, കുറെ സക്കാത്തും കൊടുക്കുക അല്ലെ, കുറച്ച് സുന്നത്തും കുറച്ച് ഇതും ഒക്കെ ആയി കഴിഞ്ഞാൽ ദീനായി എന്ന്. അല്ല, നമ്മളെ ദീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആളുകളുമായിട്ട് ഡീൽ ചെയ്യുന്നതും ദീനിൽ പെട്ടതാണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മളെ തന്നെ ചതിക്കാന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുണ്ടോ, എനിക്ക് സമയമില്ല അത് പഠിക്കാൻ, അല്ലെങ്കിൽ ആ ക്ലാസ് കേൾക്കാൻ, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ എന്നെ കൊണ്ട് സമയമില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എനിക്ക് സമയമില്ലേ, എനിക്ക് സമയമില്ലേ, ഉണ്ടാക്കാൻ പറ്റൂലേ അല്ലേ. നമ്മളെ തന്നെ ചതിക്കുന്നുണ്ടോ നോക്കുക, അതും മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അതുപോലെ ചില കാര്യങ്ങൾ ഹറാം ആയിരിക്കും, പക്ഷെ നമ്മൾ പറയാം കുഴപ്പമില്ല എല്ലാരും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ, അങ്ങോട്ട് ചെയ്തോ. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് പല ഫുഡ് ഐറ്റംസ്, പാക്ഡ് ഐറ്റംസ് വരുമ്പം അതിന്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവാത്ത പല കോഡുകളും ഉണ്ടാവും. INS 123 E436 എന്നൊക്കെ പറഞ്ഞിട്ട്, ഇപ്പൊ പ്രത്യേകിച്ച് ഈ പാക്കറ്റ് ഫുഡ്സ് ഉണ്ടല്ലോ, ലേസ് പോലത്തെ സാധനങ്ങൾ പ്രത്യേകം നോക്കുക, അതിന്റെ മുകളിലൊക്കെ ഉണ്ടാവും ഹലാലല്ലാത്ത കുറേ സാധനങ്ങൾ. നമ്മൾ പറയും എല്ലാരും തിന്നുന്നുണ്ട് അല്ലെ, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ അറിഞ്ഞിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എന്തിൽ വരും, മുനാഫിക്കുകളുടെ ലക്ഷണങ്ങളിൽ പെടും, ചീറ്റിങ്ങിൽ പെടും.
ആരെയാ നമ്മൾ ചീറ്റ് ചെയ്യുന്നത്? നമ്മൾ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുന്നത്. നമ്മളെ മക്കളോട് ആ കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഹലാലായ കാര്യം നമ്മളുടെ ഉദ്ദേശത്തിന് വേണ്ടിയിട്ടില്ല അത് ഹറാമാണെന്ന് നമ്മൾ മക്കളോട് പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഈ പറഞ്ഞ ചീറ്റിങ്ങിൽ പെടും. കാരണം നമുക്ക് നമ്മളെ തന്നെ ചീറ്റ് ചെയ്യാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. പിന്നെ അടുത്തത് മറ്റുള്ളവരെ പരിഹസിക്കുക. ഇന്നമാ നഹ്നു മുസ്തഹ്സിഊൻ, മറ്റുള്ളവരെ കളിയാക്കുക അല്ലെ. കളിയാക്കുക എന്ന് പറഞ്ഞാൽ ഏതൊരാൾക്കും ഹേർട്ടാവുന്ന ഒരു കാര്യമാണ്. ഇത് മുനാഫിക്കുകളുടെ ലക്ഷണത്തിൽ പെട്ടതാണ്. ഒരാളോട് ഒന്ന് പറഞ്ഞ് വേറെ ആളോട് ഒന്ന് പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കിയത് അല്ലെ, നമ്മൾ അവരെ പറ്റിച്ചതാ, അത് മുനാഫിക്കുകളുടെ ലക്ഷണമാണ്. അടുത്തത് അവര് അന്ധന്മാരാണ്. യഅ്മഹൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ, അവർക്ക് സത്യം കാണാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് അന്ധന്മാരാണ്. ലാ യഷ്ഉറൂൻ, അവർക്ക് അറിവില്ല. ലാ യഅലമൂൻ, ലാ യഅലമൂൻ, അവരറിയുന്നില്ല. ലാ യഷ്ഉറൂൻ, അവർക്ക് അതിന് ഷുഊറില്ല അല്ലെ, അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള അറിവില്ല. ഇതൊക്കെ എന്താണ് മുനാഫിക്കുകളുടെ കാര്യമാണ്. ലിസ്റ്റ് എന്താണ് അങ്ങനെ നീണ്ടു പോകും. നമുക്ക് ഇന്ന് മുഴുവനും സംസാരിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തർക്കും പോയിന്റ്സ് പറയാനുണ്ടാവും. അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ആയത്തുകളെ കുറിച്ചില്ലേ നമ്മളൊക്കെ ചെയ്യുന്ന പല ഫസാദുകളും എടുത്തു കഴിഞ്ഞാൽ ഇന്നും നാളെയും മറ്റന്നാളും ഇരുന്ന് സംസാരിച്ചാലും തീരാത്ത അത്രയുണ്ട്. തിരുത്താൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ സ്വയം ചിന്തിച്ച്, ആരും എടുത്തു പറയണ്ട ഞാൻ ഇന്ന ഫസാദ് ചെയ്യുന്നുണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. പക്ഷെ ചിന്തിക്കണം, തദബ്ബുർ ചെയ്യല് നിർബന്ധമാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ സെറ്റ് ആയത്തുകൾ കഴിയുമ്പോഴും ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടി തന്നെ വേറൊരു സെഷൻ വെക്കുന്നത്. നമ്മൾ കാഫിറുകളുടെ ക്ലാസ് കഴിഞ്ഞപ്പോഴും വെച്ചിരുന്നു അല്ലെ. ഇതുപോലെ അവരുടെ പോയിന്റ്സ് മാത്രം എടുത്തു വെച്ച് 16ാമത്തെ എപ്പിസോഡാണ് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ മുനാഫിക്കുകളെ നമ്മൾ അവരുടെ പോയിന്റ്സ് മാത്രം എടുത്തു വെച്ച് പറയണം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാൻ വേണ്ടി, ഓരോരുത്തരും തിരുത്താൻ വേണ്ടി, നമുക്ക് പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി. ഓക്കെ, അപ്പം ലിസ്റ്റ് ഇങ്ങനെ അവസാനിക്കാത്ത ലിസ്റ്റാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ഓരോ പോയിന്റ്സും ഇനി പല ആയത്തുകളിലൂടെയും വരും. അപ്പൊ നമുക്ക് കൂടുതൽ വിശദമായിട്ട് കാണുകയും ചെയ്യാം. നമ്മൾ മുത്തഖീങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, അവര് എന്താണ് മുഫ്ലിഹൂൻ, വിജയികളാണ്. അവരെന്താണ് ശരിക്കും തഖ്വയുള്ളവരാണ്, കെയർഫുൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയോട് ഭയമുണ്ട് അല്ലെ. അള്ളാഹുവിന് എന്താ ഇഷ്ടമില്ലാത്തത് നോക്കി മാത്രം പ്രവർത്തിക്കുന്നവരാണ്. അതേപോലെ അവർ ആളുകളോട് ഇടപഴകുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുന്നവരാണ്. അപ്പോൾ മുത്തഖി എന്ന് പറയുന്നത് മുനാഫിക്കുമായിട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അല്ലെ. മുനാഫിക്ക് എന്ന് പറയുന്നത് അവന്റെ ഇച്ഛകൾ എന്താണോ, അവൻ എന്താണോ ചെയ്യാൻ തോന്നുന്നത്, അവൻ എന്താണോ ഇഷ്ടം, അവൻ എന്താണോ വേണ്ടത്, അതിന്റെ പിന്നാലെ പോകുന്നവരാണ് അല്ലെ. കളവ് പറയുന്നവനാണ്, ചീറ്റ് ചെയ്യുന്നവനാണ്. ആൾക്കാരെ കുറിച്ച് അവൻ ചിന്തിക്കുന്നേ ഇല്ല, അവരുടെ ഫീലിങ്സിനെ കുറിച്ച് അവൻ ചിന്തിക്കുന്നേ ഇല്ല. അവരെന്തെങ്കിലും ഒരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ച അതും അവന് വിഷയമല്ല. പക്ഷെ മുത്തഖി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ നിമിഷം നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ ഏത് ഗ്രൂപ്പിലാ പെടുന്നേ? മുനാഫിക്കിന്റെ ഈ പറഞ്ഞ എന്തെങ്കിലും നമ്മളടുത്തുണ്ടോ? എടുത്തു കളയുക, ഓരോന്നും എടുത്തു കളയാൻ വേണ്ടി നിയത്ത് വെക്കുക. റബ്ബിനോട് പ്രത്യേകം എടുത്ത് പറഞ്ഞ് ചോദിക്കുക, റബ്ബെ എനിക്ക് ഇന്ന ദോഷമുണ്ട്, ഇത് തിരുത്താൻ നീ സഹായിക്കേ. ഇന്ന കാര്യമുണ്ട്, എനിക്ക് തിരുത്തണം. ആ നീയത്ത്, ആ ഒരു ഇഷ്ടം തുടങ്ങിയാൽ തന്നെ അള്ളാഹ് നമ്മളെ സഹായിക്കും. അത് ദുആ ആകുമ്പോൾ അള്ളാഹു ഉറപ്പായിട്ട് സഹായിക്കും. ബാക്കി സഹായം അള്ളാഹുവിൽ നിന്ന് വരും. അതേസമയം നമ്മൾ കേട്ടോടനെ ഇതൊന്നും തിരുത്താൻ ഇതൊന്നും പറ്റില്ല, ഈ ആയത്തുകളൊക്കെ പഠിച്ച് എക്സാം എഴുതി മുന്നോട്ട് പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് എളുപ്പാക്കി തരും. നമ്മളെ മനസ്സിൽ എന്താണോ ഉള്ളത് അതാണ് അള്ളാഹു എളുപ്പാക്കി തരും. ഇത് നമ്മൾ വിശദമായിട്ട് കാഫിറുകളുടെ ആയത്ത് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തുകൊണ്ടാണ് അവരുടെ കണ്ണും കാതും ഒക്കെ മൂടിയത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹു മൂടാനുള്ള റീസൺ എന്താ? അവരതിന് വഴിവെച്ച് കൊടുത്തത് കൊണ്ടാണ്. അതുപോലെ നമ്മൾ അതിന് വഴിവെച്ച് കൊടുക്കാതിരിക്കുക. മുനാഫിക്കുകളാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നമ്മളെ തന്നെ വളമിട്ട് വളർത്താതിരിക്കുക. അപ്പം ഒരാള് അല്ലെ മുനാഫിക്കിന്റെ നിഫാഖിന്റെ അടുത്തേക്ക് പോലും പോയി കഴിഞ്ഞാൽ ഫീ ഖുലൂബിഹിം മറദും ഫസാദഹുമുല്ലാഹു മറദ, അള്ളാഹു ആ രോഗം വർദ്ധിപ്പിക്കും. അപ്പം ഈ ഒരു രോഗവും നമുക്ക് വേണ്ട, ഒരൊറ്റ രോഗവും നമുക്ക് വേണ്ട. എല്ലാം ഓരോരുത്തരും അവനവൻ അനലൈസ് ചെയ്തിട്ട് എന്തൊക്കെയാണോ എന്റെ ഉള്ളിലുള്ളത് അതൊക്കെ പറിച്ചു കളയാൻ വേണ്ടി തീരുമാനിക്കുക, ദുആ ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ഇൽമ നേടുക, ട്രൈ ചെയ്യുക. ചിലപ്പം ഇന്ന് ട്രൈ ചെയ്ത് നാളെ നടന്നോളണമെന്നില്ല, പക്ഷെ ഉറപ്പായിട്ടും ഇവഞ്ച്വലി അത് നടക്കും. ഉറപ്പായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ സഹായിക്കും, എളുപ്പമാക്കി തരും. നമ്മളുടെ മനസ്സിൽ എന്താണോ ഉള്ളത് ആ നിയ്യത്തിനനുസരിച്ച്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ നോക്കുക. ഈ എല്ലാ നെഗറ്റീവ് ക്വാളിറ്റീസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എല്ലാവർക്കും ശരിയായ ഒരു മുത്തഖിയായിട്ട് മാറാനുള്ള, അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ചേഞ്ചസ് നമ്മളിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള തൗഫീഖും എളുപ്പവും ഒക്കെ റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ.
اللهم اهدني وسددني. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إني أسألك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أسألك الهدى والتقى والعفاف والغنى. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.